എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ ഓരോ കാര്യം അച്ചീവ് ചെയ്യുമ്പോഴും ആ അച്ചീവ്മെൻറ്റ് ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുമ്പോഴും ഓർക്കാവുന്ന ഒരു ചിലരുണ്ട്. ആ ചിലരിൽ ഒരുത്തരാണ് ഞങ്ങളുടെ ടീച്ചേഴ്സ്. ഞങ്ങൾ പേടിച്ച് പിന്മാറുമ്പോൾ ഞങ്ങൾക്ക് ആത്മവിശ്വാസം നൽകുകയും ഞങ്ങൾക്ക് ശരിയായിട്ടുള്ള ഗൈഡൻസ് നൽകുകയും ഞങ്ങൾ ഓരോ കലയിലും അവിടെ അച്ചീവ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നവരാണിവർ. ആ ഗുരുക്കന്മാരുടെ പുറകിൽ എപ്പോഴും അവരെ നർച്ചർ ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാവും. അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കലാവാദ്യം. ഇന്ന് ആ കലാവാദ്യത്തിനെ പറ്റിയും അതിൻ്റെ ജേർണിയെ പറ്റിയും അവരുടെ ടീച്ചേഴ്സിൽ നിന്ന് ഞങ്ങൾക്ക് കേൾക്കാം. എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. ധീരജാശാൻ കലാവാദ്യത്തിൻ്റെ ഫൗണ്ടറാണല്ലോ. ഈ കലാവാദ്യത്തിൻ്റെ ജേർണിയെക്കുറിച്ചും എവിടെ നിന്നാണ് സ്റ്റാർട്ടായതെന്ന് ഷെയർ ചെയ്യാൻ പറ്റും? കലാവാദ്യം ഞാൻ 2010 സ്റ്റാർട്ട് ചെയ്തത്. അത് സ്റ്റാർട്ട് ചെയ്യാനുള്ളതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ ട്രഡീഷനായാലും നമ്മുടെ കൾച്ചറായാലും, അതിപ്പോൾ കേരളം വിട്ട് നിൽക്കുന്ന ഒരുപാട് പേരാണ് ജോലിക്കായാലും പഠിപ്പിനായിട്ടും. അപ്പോൾ അങ്ങനെയുള്ള മറുനാട് മലയാളികൾ, അങ്ങനെ ഒരുപാട് പേർക്ക് വേണ്ടിയിട്ട് ആ ഒരു ട്രഡീഷനും കൾച്ചറും അവരുടെ ഉള്ളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്ഥാപനം വേണം എന്നുള്ളൊരു പ്ലാനായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ആ സമയത്താണ് ഞാൻ 2010 കലാവാദ്യം ആരംഭിക്കുന്നത്. അപ്പോൾ അന്ന് ആദ്യമായിട്ട് തുടങ്ങിയൊരു കോഴ്സ് എന്ന് പറഞ്ഞത് ചെണ്ടയാണ്, ചെണ്ട പഠനമായിരുന്നു. പക്ഷെ അന്ന് 4 പേര് മാത്രമായിരുന്നു എനിക്കുണ്ടായിരുന്നു, 4 പേര്. അത് വിദ്യാരംഭരിലൊരു വീട്ടിൽ വെച്ചിട്ടായിരുന്നു ക്ലാസ് നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ ബാംഗ്ലൂരിലൊക്കെ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഈ സൗണ്ടിൻ്റെ, അതായത് പ്രത്യേകിച്ച് നമ്മൾ ചെണ്ട കൊട്ടുമ്പോൾ ഈ തടിയും മുട്ടിയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കൊട്ടുക. അപ്പോൾ അതിൻ്റെ സൗണ്ട് വരുമ്പോൾ അപ്പുറത്ത് വീട്ടിൽ നിന്നുള്ള കംപ്ലയിൻസും കുറച്ച് കാര്യങ്ങളൊക്കെ വന്ന കാരണം ആ ക്ലാസ് അവിടെ നിർത്തേണ്ടി വന്നു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം വേറൊരു സ്ഥലം ഞാൻ കണ്ടുപിടിച്ചത് മല്ലേഷ് പോലെ. അപ്പോൾ ഞാൻ ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് അങ്ങനെ ഒരു സപ്പോർട്ടോ ഇതൊന്നും എനിക്ക് ആ സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം തീർച്ചയായിട്ടും ഒരു പുതിയതായിട്ട് തുടങ്ങുന്ന സാധനം എന്താണ് ഇവർ ചെയ്യുക, എത്രത്തോളം വളരും എന്നുള്ള ഒരു പ്ലാൻ ആർക്കും ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും പിന്മാറാൻ ഞാൻ തയ്യാറായിരുന്നില്ല. പിന്നെ അവിടുന്ന് മലേഷ് പാളയ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഒരു ട്രാക്ക് ഉണ്ടായിരുന്നു. ട്രാക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ആർമി വെഹിക്കിൾസ്, ലോറി, ഇതൊക്കെ അവരെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന ഒരു ട്രാക്ക്. അപ്പോൾ ആ ട്രാക്കിൻ്റെ മേലെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഏകദേശം നല്ല വെയിലൊക്കെ ഉള്ള സമയത്തായിരുന്നു. അവിടെ ഒരു 4-5 പേര് വെച്ചിട്ട് ഞങ്ങൾ അവിടെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ അവിടെയും നിർത്തേണ്ടതായിട്ട് വന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഒരുപാട് സ്ഥലങ്ങൾ ചോദിച്ചു നോക്കി ഇങ്ങനൊരു അവസരത്തിന് കിട്ടുമോ എന്നുള്ളത്. പക്ഷെ ഒന്നും എനിക്ക് അങ്ങനെ വാല് തുറന്ന് കിട്ടിയില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ നമ്മുടെ ECA എന്ന് പറഞ്ഞ ഒരു അസോസിയേഷൻ ഉണ്ട്, ഒരു ഓഡിറ്റോറിയം ഇന്ദിരാനഗറിൽ. അപ്പോൾ അവിടെ വെച്ചിട്ട് ഒരു ഓണ പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് ഒരു മലയാളി അസോസിയേഷൻ്റെ ചെണ്ട കൊട്ടാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചത്. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ ബാംഗ്ലൂരിൽ എങ്ങനെ ചെയ്യുന്ന ഓണ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് മാവേലിയെ വരവേൽക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ചെണ്ട ഇത് വയ്ക്കുക. അപ്പോൾ അവിടെ ആ ചെണ്ടക്കൊട്ട് കണ്ടിട്ടാണ് അനൂപ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ ഞാൻ പരിചയപ്പെടുന്നു. അപ്പോൾ ആള് ഒരു സ്കൂളിലത്തെ PR ആണ്. അപ്പോൾ അവിടെ നിന്ന് ആളെന്നോട് പറയുകയുണ്ടായി, എനിക്ക് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഞാൻ പഠിപ്പിക്കുന്ന സ്കൂൾ, അതായത് ഞാൻ PR ആയിട്ട് നിൽക്കുന്ന സ്കൂളിൽ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അത് റെസിഡൻഷ്യൽ സ്കൂളാണ്. അപ്പോൾ അവർക്ക് ഇങ്ങനത്തെ ഒരു കൾച്ചറൽ ആക്ടിവിറ്റി പഠിക്കണം, സ്ട്രെസ് ബൂസ്റ്ററായിട്ട് പഠിക്കണം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വന്ന് പഠിപ്പിക്കാൻ പറ്റുമോ ചോദിച്ചു. അവിടെ നിന്നായിരുന്നു കലാവാദ്യത്തിൻ്റെ തുടക്കം. അപ്പോൾ ഏകദേശം അപ്പോൾ ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത് ഒരുപാട് ദൂരം. ഈ സ്കൂളെന്ന് പറഞ്ഞത് ഏകദേശം 35 കിലോമീറ്റർ ഉണ്ടായിരുന്നു. അതായത് ബാംഗ്ലൂർ വിട്ട് പുറത്തേക്കായിരുന്നു. അത് ഏകദേശം ഒരു 2012 ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളി ഡെവലപ്ഡ് അല്ല കംപ്ലീറ്റ് ആയിട്ടുള്ള ഏരിയ. അപ്പോൾ എല്ലാ ഞായറാഴ്ച കാലത്ത് 7 മണിക്ക് ഞാൻ ഇറങ്ങി 9:30 അവിടെ എത്തി, 10 മണി തൊട്ട് 2 മണി വരെ അവിടെ ക്ലാസ് എടുത്ത് പിന്നെ തിരിച്ച് ഞാൻ വീടെത്തുമ്പോൾ ഏകദേശം ഒരു വൈകുന്നേരമൊക്കെ ആവും. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു ദിവസം തന്നെ 70 കിലോമീറ്ററോളം പോയിട്ടുണ്ട്. അന്ന് ആദ്യത്തെ ബാച്ചിൽ ഏകദേശം ഒരു 50 വിദ്യാർത്ഥികളുണ്ടായി. പിന്നെ രണ്ടാമത്തെ ബാച്ചിൽ 70 ആൾക്കാരുണ്ടായി. അങ്ങനെ അവരെ പഠിപ്പിച്ചു. ഏകദേശം ഒരു കൊല്ലത്തോളം അവരെ പഠിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ അടുത്തൊരു ബ്രാഞ്ച് തുടങ്ങണം എന്നുള്ളൊരു ആഗ്രഹം വന്നത്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ RT നഗറിലേക്ക് ഒരു ബ്രാഞ്ച് കയറി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ എക്സ്പാൻഡ് ആയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാമമൂർത്തി നഗർ ജൂബിലി എന്ന് പറഞ്ഞൊരു കോളേജിൽ വെച്ചിട്ടായിരുന്നു. അവിടെ നിന്നാണ് കലാവാദ്യത്തിൻ്റെ ഏറ്റവും പ്രൈം ആയിട്ടുള്ളൊരു തുടക്കം. അവിടെ നിന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. പിന്നെ
രാമൂർത്തി നഗർ ബ്രാഞ്ചിലായിട്ട് നമ്മൾ അസോസിയേറ്റ് അത് രാമൂർത്തി നഗർ ബ്രാഞ്ച് തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞ് വിദ്യാരണ്യപുരയിൽ നിന്ന് ഓൾറെഡി പഠിച്ച കുറച്ച് വിദ്യാർത്ഥികളുണ്ടായിരുന്നു വേറെ അച്ഛൻ്റെ അടുത്ത് പഠിച്ചിട്ട്. അപ്പോൾ അവർക്ക് മേളം പഠിക്കണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് വരികയുണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ സ്ട്രക്ചറായിട്ട് നിങ്ങൾക്ക് ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് പഠിക്കാം. അപ്പോൾ അവർക്ക് അവിടെ ഒരു സൗകര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് പഠിപ്പിക്കും. 11 പേരുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവരെ വിദ്യാരണ്യപുര ബ്രാഞ്ചിൽ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. 11 പേരായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അവിടുന്ന് തുടങ്ങി പിന്നെ മൈസൂർ റോഡിലേക്ക് എത്തി. മൈസൂർ റോഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഓൾമോസ്റ്റ് നമ്മൾ സിറ്റി കടന്നു. അപ്പോൾ അവിടെ നിന്ന് മൈസൂർ റോഡിൽ തുടങ്ങി. അത് കഴിഞ്ഞിപ്പോൾ സർജാപൂരിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. 2023 നമ്മൾ സർജാപൂരിൽ തുടങ്ങി. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം TC പാളയം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇടയ്ക്കും സോപാന സംഗീതത്തിന് വേണ്ടിയിട്ടുള്ള ബ്രാഞ്ചുകൾ തുടങ്ങി. അപ്പോൾ അവിടെ നിന്ന് തൊട്ട് തുടങ്ങി വന്നിട്ടുള്ളൊരു അപ്പോൾ ഇപ്പം നിലവിൽ ഞങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നിലവിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ക്ലാസ്സുകൾ നടക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാമൂർത്തി നഗർ, മൈസൂർ റോഡ്, സർജാപൂർ റോഡും പിന്നെ TC പാളയം. ഇതുകൂടാതെ ഓൺലൈൻ ക്ലാസ്സിൽ ഒരുപാട് പേരെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് ഓസ്ട്രേലിയയിൽ നിന്നും സിംഗപ്പൂരിൽ നിന്നുള്ളവരൊക്കെ ഓൺലൈനായിട്ട് അവർക്ക് പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ ഓൺലൈൻ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള ദിവസങ്ങൾ കുറച്ച് തിരക്കായ കാരണം ശനി ഞായറുകൾ മാത്രമായിട്ടാണ് ക്ലാസ്സുകൾ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് തൊട്ട് തുടങ്ങിയ യാത്ര ഇപ്പോൾ ഏകദേശം കലാവാദ്യം ഒരു നല്ല രീതിക്ക് വന്ന് നിൽക്കണു എന്നുള്ളതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ഇപ്പോൾ ഓരോരുത്തർക്കും ഹൺഡ്രഡ്സ് ഓഫ് ഐഡിയാസ് അവരുടെ മൈൻഡിലുണ്ടാവും. പക്ഷെ എല്ലാ ഐഡിയ ഞങ്ങൾക്ക് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതേപോലെ വന്ന ഒരു ഐഡിയ ആണല്ലോ ആശാന് കലാവാദ്യം സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്. ആ ഒരു ഐഡിയയെ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാനും ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാനും എന്താണ് മോട്ടിവേറ്റ് ചെയ്തത് ആശനെ? വാട്ട് പ്രൊവൈഡഡ് യു ദാറ്റ് എനർജി? എന്തിനാ ചോദിക്കുന്നതെന്ന് വെച്ചാൽ ദിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഹാസ് നൗ ട്രെയിൻഡ് അറ്റ്ലീസ്റ്റ് 850 സ്റ്റുഡൻസ് ആസ് ഓഫ് നൗ. സോ ആ മോട്ടിവേഷൻ എന്തായിരുന്നു ആശാന്റെ? മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് എനിക്ക് ഈ കലയോട് അത്രയും ഞാൻ തൃശ്ശൂരിൽ നിന്നാണ്. എൻ്റെ വീടുള്ളത് മണ്ണമ്പേട്ട ആ ഭാഗത്താണ്, കാഞ്ഞൂർ ഭാഗത്താണ്. അപ്പോൾ സ്ഥിരമായിട്ട് തൃശ്ശൂരിലുള്ള ഏതൊരു വ്യക്തിക്കായാലും മേളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മേളവും ആനയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കമ്പാണ്. അപ്പം അങ്ങനെ ഒരു മോഹമാണ് എനിക്ക് ഈ വാദ്യങ്ങളോട് ഉണ്ടായിരുന്നത്. പക്ഷെ ഞാൻ ബാംഗ്ലൂരൊക്കെ ആയിരുന്ന സമയത്ത് എനിക്ക് ഒരു തോട്ട് എന്താ മനസ്സിൽ വന്നു വെച്ച് കഴിഞ്ഞാൽ ബാംഗ്ലൂരും ഇങ്ങനെ ഒരു നല്ലൊരു നമ്മുടെ പഠിച്ചു വന്ന രീതിയിൽ ഒരു സംഭവം വേണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അതായത് എനിക്കൊരു മെയിനായിട്ട് എന്തായിരുന്നത് നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിലോടു കൂടി, അതായത് അക്കാഡമിയോട് കൂടി എല്ലാ തലമുറയ്ക്കും, അതായത് വാദ്യങ്ങൾ മാത്രമല്ല അവർക്ക് നമ്മുടെ ട്രഡീഷനായാലും കൾച്ചറായാലും ഇതെല്ലാം അവർക്ക് പറഞ്ഞു. കാരണം പ്രത്യേകിച്ച് നമ്മളൊരു ന്യൂ ജനറേഷൻ കുട്ടികളൊക്കെ കാണുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു ട്രഡീഷൻ എന്താണ്, കൾച്ചർ എന്താണെന്നുള്ളത് അറിയില്ല. ഇപ്പം ചിലവരെങ്ങനെ വെച്ചാൽ ചിലവർ അമ്പലത്തിൽ പോകുമ്പോൾ ഞാൻ പലവരും ശ്രദ്ധിച്ചു അമ്പലത്തിൽ പോകുമ്പോൾ അവർ തൊഴുന്നത് ശരിയല്ല. അത് അവർക്ക് എന്താ തൊഴണ്ടേന്നുള്ളത് അറിയുന്നില്ല. ചിലവർക്ക് എന്താ പറയുക, നമ്മൾ സന്ധ്യാനാമങ്ങൾ ചൊല്ലുമ്പോൾ എന്തെങ്കിലും ശ്ലോകങ്ങൾ ചൊല്ലും, ഇതൊന്നും അറിയുന്നില്ല. ഇതൊക്കെ വിട്ടിട്ടും പേരിന് മാത്രം മലയാളി, പക്ഷെ മലയാളം എഴുതാനും വായിക്കാനും അറിയില്ല. അങ്ങനത്തെ ഒരുപാട് കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം കൊണ്ടുവന്നുകൂടാ. അപ്പം അങ്ങനെയാണ് കലാവാദി ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ചെണ്ട പഠനം ആദ്യം ഇനീഷ്യലി പ്ലാൻ ചെയ്ത് ചെണ്ട മാത്രമായിട്ടായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ, അതായത് കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഞങ്ങൾ മലയാളം പഠിപ്പിക്കാൻ തുടങ്ങി, ക്ഷേത്രാചാരങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞ് പതുക്കെ പതുക്കെ ഭരതനാട്യത്തിൻ്റെ ക്ലാസ് വന്നു, സോപാന സംഗീതത്തിൻ്റെ ക്ലാസ് വന്നു, ഇടയ്ക്കയുടെ ക്ലാസ് വന്നു, ഇലത്താളത്തിൻ്റെ ക്ലാസ് വന്നു, കുറുങ്കുഴൽ വന്നു, കൊമ്പ് വന്നു. അപ്പം അങ്ങനെ എനിക്കെല്ലാം ക്ലബ് ചെയ്തിട്ട്, അതായത് ഇപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ഒരു കാര്യം പഠിക്കണം അങ്ങനെ എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേറെ എവിടെയും പോകണ്ട, എല്ലാം കലാവാദത്തിൽ ഉണ്ടാവണം എന്നുള്ളൊരു നിർബന്ധം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ എനിക്ക് എൻ്റെ ഫാമിലിയുടെ സൈഡിൽ നിന്ന് ഏറ്റവും കൂടുതൽ കിട്ടിയ സപ്പോർട്ട് അച്ഛനായാലും, എൻ്റെ അച്ഛൻ അത്രയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ അച്ഛൻ, അമ്മ, വൈഫാണെങ്കിലും അവരിപ്പോഴും നല്ലൊരു സപ്പോർട്ടിൽ തന്നെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് മെയിൻ ഒരു ഇത്. ഇപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാന്നുള്ളത് ഒറ്റയ്ക്ക് ഒരാളെ കൊണ്ട് കഴിയുന്ന ഒരു കാര്യമല്ല. എപ്പോഴും ഒരു ടീം ഉണ്ടാവും അതിന് പുറകിൽ അവർക്ക് സപ്പോർട്ടായിട്ട്. കലാവാദി എന്ന് പറയുമ്പോൾ അതിനെ സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ ജേർണി ഞങ്ങൾ വെച്ച് നോക്കിയാൽ കുറേ പേര് ജോയിൻ ആയിട്ടുണ്ടാവാം. ഈ ഓർഗനൈസേഷൻ ഗ്രോ ആവാൻ എത്രയോ പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവാം.
അങ്ങനെ കലാവാദ്യത്തിൻ്റെ ടീം വർക്കിനെ കുറിച്ചും അതെങ്ങനെയാണ് കലാവാദ്യത്തിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഗ്രോത്തിൽ എന്നെ കുറിച്ചും ഒന്ന് പറയും. തുടക്കകാലത്ത് ഞാനും ഇതുപോലെ ചെണ്ട പഠിക്കണം എന്ന ആഗ്രഹമായിട്ട് അന്വേഷിച്ചപ്പോഴാണ് കലാവാദ്യം എന്ന് പറഞ്ഞൊരു അക്കാദമിയെക്കുറിച്ച് അറിഞ്ഞത്. അങ്ങനെ അതിൽ ചേർന്നു, ചെണ്ട പഠിക്കാൻ ആശാൻ്റെ കൂടെ കൂടി. അപ്പോൾ ട്രഡീഷണലായിട്ട് പഠിക്കുന്നതോടുള്ള താല്പര്യം, പിന്നെ മേളങ്ങൾ, പൂരങ്ങൾ, ഇതൊക്കെ വളരെ ഇഷ്ടമായിരുന്നു. ആനയോടായാലും ഇഷ്ടമാണ്. അപ്പോൾ അതിന് ഇതായിട്ട് കൂടെ കൂടിയപ്പോൾ ഓരോ മേളങ്ങൾ പഠിക്കാൻ തുടങ്ങി. പിന്നെ ആ ഒരു ടീം ബിൽഡായ ശേഷം പഠിച്ച് അരങ്ങേറ്റമൊക്കെ കഴിയുമ്പോഴേക്കും ഒരു നമ്മളോട് പാഷനോടുള്ളൊരു താല്പര്യം, ഒരു പക്ഷേ പാഷൻ കൊണ്ടാവാം കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആ രീതിയിൽ കൂടെ പോകുമ്പോൾ കലാവാദ്യത്തിൻ്റെ ഉയർച്ചയിൽ നമ്മളും കൂടി ഉണ്ടാകുന്നത് നമുക്കൊരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ പോകുന്നത്. ഇപ്പോൾ ക്ഷേത്രവാദ്യ കലകൾ എന്ന് പറയുമ്പോൾ കേരളത്തിന് പുറത്തുള്ള മലയാളികൾക്ക് അത്ര വശമില്ല. എന്താണ് അതിൻ്റെ കോമ്പണൻസ് ഒക്കെ, എന്താണ് ഈ കല എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ ഈ കലയെക്കുറിച്ച്? ക്ഷേത്രവാദ്യ കലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേരിൽ തന്നെ ഉണ്ട്. അതായത് ക്ഷേത്രത്തിൻ്റെ ചടങ്ങുകളോട് അനുബന്ധിച്ച് പ്രവർത്തിച്ചു വരുന്ന വാദ്യങ്ങൾ, വാദ്യകലകൾ ഇതൊക്കെയാണ്. അപ്പോൾ ക്ഷേത്രവാദ്യ കലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പ്രധാനമായിട്ട് പങ്കുവഹിക്കുന്ന വാദ്യങ്ങളൊക്കെയാണ് ചെണ്ടയിൽ തന്നെ ഇടന്തല, വലന്തല, പിന്നെ ഇലത്താളം, കുറുങ്കുഴൽ, കൊമ്പ്, എടയ്ക്ക, ചേങ്ങില, ശംഖ്, മദ്ദളം, തിമില, മിഴാവ്, പിന്നെ അതേപോലെ മരപ്പാണി എന്നൊക്കെ പറഞ്ഞതൊക്കെ. അതിൽ തന്നെ കലകളായിട്ട് മാറുകയാണെങ്കിൽ ഒരുപാട് കലകളുണ്ട്. ഇപ്പോൾ ചെണ്ട നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ ചെണ്ടയിൽ തന്നെ നമുക്കൊരു മേളങ്ങൾ എന്ന് പറയുന്ന ഒരു കലാരൂപങ്ങളുണ്ട്. അതിൽ പഞ്ചാരി, പാണ്ടി, ചെമ്പട, അടന്ത, അഞ്ചിടന്ത, ധ്രുവം, നവം അങ്ങനെയൊക്കെ വരുന്നത്. പിന്നെ തായമ്പകയുണ്ട്, കേളിയുണ്ട്, അങ്ങനത്തെ ഒരുപാട് കലാരൂപങ്ങളുണ്ട്. തിമില, ഇപ്പം മദ്ദളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പഞ്ചവാദ്യമുണ്ട്, ഇടയ്ക്കാണെങ്കിലും പഞ്ചവാദ്യത്തിൽ ഉപയോഗിക്കും, സോപാന സംഗീതത്തിന് ഇടയ്ക്ക് ഉപയോഗിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് വാദ്യങ്ങൾ ഉണ്ട്. അതിനെയാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ പ്രധാനമായിട്ടും ക്ഷേത്രത്തിൻ്റെ ചടങ്ങിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാദ്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അത് കാലങ്ങളായി മാറി വരുമ്പോഴേക്കും അതൊരു ആഘോഷമായിട്ട് മാറി. അതായത് മേളങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ വലിയൊരു ആഘോഷമായി മാറിയപ്പോൾ ഈ വാദ്യങ്ങളൊക്കെ ഒരുപാട് സദസ്സിലേക്ക് വരാൻ തുടങ്ങി. അതാണ് ക്ഷേത്രവാദ്യ കലകളും ആ വാദ്യങ്ങളും ഏതൊക്കെയാണെന്നുള്ളതിനെ പറ്റിയിട്ട്. ഇപ്പോൾ ആശാൻ പറഞ്ഞ ക്ഷേത്രവാദ്യ കലകളുടെ എത്രയോ കോമ്പണൻസിലൊന്നാണല്ലോ വലന്തല. ആശാൻ വലന്തലയുടെ സ്പെഷ്യലൈസേഷൻ ചെയ്ത ആളല്ലേ, അതിനെ കുറച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? ഓക്കെ. ഒരു മേളത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ് താളം. ഒരു മേളം എടുക്കുമ്പോൾ അതിൻ്റെ ഭംഗി കൂട്ടുന്നത് വലന്തലയാണ്. കാരണം നമ്മൾ ഒരു താളം തെറ്റിച്ചാൽ പോലും വലന്തലയിൽ അത് മേളത്തിൻ്റെ ഭംഗി കുറയ്ക്കും. സോ ഈ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വലന്തലയാണ് എന്താ പറയുക, ഒരു മേളത്തിനെ കൺട്രോൾ ചെയ്യുന്നത് തന്നെ. അതേപോലെ ഒരു വിദ്യാർത്ഥി വന്നിട്ട് ഈ ക്ലാസ്സിൽ പഠിക്കാൻ വരാണെങ്കിൽ ആളെ ആദ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് താളമാണ്. സോ താളം പഠിച്ചതിന് ശേഷം ആണ് മേളം പഠിക്കാൻ ഇനിയും ഈസി ആയിട്ട് ഉണ്ടാവുക. സോ വലന്തലയാണ് ഇമ്പോർട്ടൻ്റ്. നമ്മുടെ ജീവിതം തന്നെ ഒരു താളത്തിലാണ്. ഇപ്പോൾ വലന്തല എന്ന് പറഞ്ഞത് ഒരു മേളത്തിന്റെ താളം കൺട്രോൾ ചെയ്യുന്നത് വലന്തലക്കാരാണ്. ആ താളം കണക്കാക്കിയിട്ടാണ് മറ്റുള്ള കാര്യങ്ങളും പോകുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ താളം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അതേപോലെ തന്നെയാണ് ഒരു മേളത്തിൽ താളം ഉണ്ടാവുക എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വലന്തലക്കാരൻ ചെയ്തുകൊണ്ടിരിക്കുന്ന താളം പിടിക്കുക എന്ന് പറയുന്നത്. ഒരാളെ തെറ്റിച്ച് കഴിഞ്ഞാൽ അത് വൃത്തിക്ക് നമുക്ക് കേൾക്കാൻ പറ്റും. അത് താളം പിടിക്കുകയാണെങ്കിൽ അതിൻ്റെ കനം എല്ലാം അടച്ചു പിടിക്കല്, തുറന്നു പിടിക്കല്, കനത്തിലടിക്കല്, അത് കറക്റ്റായിട്ട് നമ്മൾ താളം കൺട്രോൾ ചെയ്ത് പോയിക്കൊണ്ട്. ഇപ്പോൾ ഒരു മേളം കേൾക്കുമ്പോൾ ഞാൻ ഏറ്റവും അധികം കോൺസെൻട്രേറ്റ് ചെയ്യാറ് ഇലത്താളത്തിലാണ്. മേളത്തിൻ്റെ ബിഗിനിങ് തൊട്ട് എൻഡ് വരെ അതിൻ്റെ ഒരു ശബ്ദം ആ മേളത്തിൻ്റെ ഭംഗി ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ആശാൻ ഇലത്താളത്തിൻ്റെ സ്പെഷ്യലൈസേഷൻ ചെയ്ത ഒരാളല്ലേ. അതുമാത്രമല്ല കലാവാദ്യത്തിൽ ഇലത്താളത്തിൻ്റെ അരങ്ങേറ്റം നടത്തിയതും ആശാൻ്റെ ലീഡർഷിപ്പ് കൊണ്ടാണ്. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക, ഇലത്താളം പറഞ്ഞാൽ എന്താണ്, നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഇലത്താളം എന്ന് പറഞ്ഞാൽ തന്നെ ശരിക്കും മേളത്തിൻ്റെ ഒരു ജീവനാണ്. അപ്പോൾ ഇപ്പം പഞ്ചാരി ആയാലും പാണ്ടി ആയാലും പഞ്ചവാദ്യം ഇതൊക്കെ ഇലത്താളം, അതിൻ്റെ കൂടെ ഇലത്താളം കൂടെ ഉണ്ടാകുമ്പോൾ കേൾക്കുന്ന ഒരു ഭംഗി, ഒരു ലയം, അത് വളരെ കേൾക്കാനും ഇമ്പമാണ്. അപ്പോൾ അത് മാത്രമല്ല, ഇപ്പോൾ ഈ താളം ഈ പറഞ്ഞ പോലെ വീക്കം, വലന്തല, മേളം പഠിക്കുമ്പോൾ ഈ വലന്തല അറിഞ്ഞിരിക്കണം,
ഇലത്താളക്കാർക്ക് ഉരുട്ടിൻ്റെ ഭാഗങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഒന്നിനൊന്ന് ലിങ്കാണ്. നമ്മൾ ഉരുട്ട് മാത്രം പഠിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാലോ അല്ലെ താളം മാത്രം പഠിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാലോ നമുക്ക് ആ ഒരു പാഷൻ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ സമാസമം അപ്പോൾ ഒന്നിനൊന്നിന് ലിങ്കാണത്. അപ്പോൾ ആ രീതിയിൽ നമ്മളത് പഠിക്കുമ്പോൾ ഇലത്താളം കൂടി പിടിച്ചു പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ താളത്തിൽ നമുക്ക് ലയിച്ച് ആസ്വദിച്ച് പിടിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വാദ്യം കൂടിയാണ് ഇലത്താളം. പിന്നെ അരങ്ങേറ്റം, അത് 2 ബാച്ചിൻ്റെ അരങ്ങേറ്റം കഴിഞ്ഞു. ഇപ്പോൾ അവർ അതിൻ്റെ കൂടെ ഇപ്പോൾ ഇലത്താളത്തിൻ്റെ കൂടെ തന്നെ ഉരുട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇലത്താളം പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ഉരുട്ടിലേക്ക് അവർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയുന്നത് കുറച്ച് വളരെ നല്ല പെട്ടെന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ എത്ര പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യുന്നുണ്ട്. അത് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ നമുക്കും ഒരു സന്തോഷമാണ് കാണുമ്പോൾ. ഇപ്പോൾ ഞങ്ങളുടെ വ്യൂവേഴ്സ് അറിയേണ്ട ഇങ്ങനൊരു കാര്യം കൂടിയുണ്ട്. കർണാടകയിലെ തന്നെ ഫസ്റ്റ് ഇലത്താളം അരങ്ങേറ്റം ബാച്ച് നടന്നത് ആശാൻ്റെ ശിഷ്യന്മാരിലാണ്. 2024, 2025 2 ബാച്ചായിട്ട് പോയിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമോ? അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും ആശാൻ്റെ കൂടെ നിന്ന് പഠിച്ച് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അവരുടെ ആ ഒരു ആശാൻ തന്ന ഗൈഡൻസിലൂടെ നമുക്ക് നമ്മുടെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്ത് അവരും അത് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്ത് അങ്ങനെ 2 തവണ 2 ബാച്ചായിട്ട് മൂകാംബികയിൽ അരങ്ങേറ്റം ചെയ്യാനുള്ളൊരു ഭാഗ്യമുണ്ടായി. ഒരു 40-50ഓളം 50-ൽ പരം കലാകാരന്മാർ ഒരുമിച്ച് ചേർന്ന് ഉള്ളൊരു മേളമായിരുന്നു. കൊമ്പ്, കുഴൽ എല്ലാം നല്ല ശാസ്ത്രീയമായിട്ടുള്ള പഞ്ചാരി മേളത്തിൽ ഉള്ള അരങ്ങേറ്റമായിരുന്നു. അത് നമ്മൾ എല്ലാ വർഷവും നമ്മൾ ചെയ്യാറുണ്ട്. എല്ലാ വർഷവും നമ്മൾ മൂകാംബികയിൽ മുടങ്ങാതെ പെർഫോം ചെയ്യണത്. അപ്പോൾ അതിൽ ഓരോ വർഷം അനൂപിൻ്റെ ശിഷ്യന്മാരുടെ ഇലത്താള അരങ്ങേറ്റം ഉണ്ടാവാറുണ്ട്. 2024 തൊട്ടിട്ടാണ് അങ്ങനെ തുടർച്ചയായിട്ട് വരുന്നത്. കലാവാദ്യത്തിലൂടെ എനിക്കും അതുകൊണ്ട് അഭിമാനിക്കാൻ ഒരു സന്തോഷം കൂടുതൽ തോന്നുന്നു. ഇപ്പോൾ രാജേഷ് ആശാൻ കർണാടകയിലെ തന്നെ ഫസ്റ്റ് പേഴ്സൺ ആണ് ടു ഗോ ടു തൃശ്ശൂർ പൂരം ആൻഡ് പെർഫോം ദെയർ ആൻഡ് പെർഫോം ഇൻ മൾട്ടിപ്പിൾ പൂരംസ് ഇൻ കേരള. അതുമാത്രമല്ല, കലാവാദ്യത്തിൽ നിന്നും ആദ്യത്തെ കൂറുംകുഴൽ അരങ്ങേറ്റം നടന്നത് ആശാൻ്റെ ശിഷ്യന്മാർക്കാണ്. ആശാൻ്റെ ഈ കലയുടെ കൂടെയുള്ള ഒരു ജേർണിയെ കുറച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമോ, ഷെയർ ചെയ്യുമോ ആ ജേർണി? Under the guidance of Shri Kumbat Anil Kumar, I got an opportunity to perform in Trishurpuram. Then again, I got an opportunity in some of the prestigious Melam in the Trishur. And even I have under my guidance, this year 4 people got Aragatam. മൂകാംബിക ഫസ്റ്റ് അരങ്ങേറ്റവും കുറുങ്കുഴലിൻ്റെയും കലാവാദ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള കുറുങ്കുഴലിൻ്റെ ആദ്യത്തെ അരങ്ങേറ്റവും രാജേഷിൻ്റെ ശിക്ഷണത്തിലാണ് നടന്നത്. അതും നമ്മുടെ ഇലത്താളത്തിൻ്റെ അരങ്ങേറ്റവും ഒക്കെ ആ ഒരു ബാച്ചിലുണ്ടായിരുന്നു. അനിലേട്ടൻ രാജേഷിൻ്റെ പഠിപ്പിച്ച കൊമ്പത്ത് അനിൽകുമാറിൻ്റെ തൃശ്ശൂരിലെ അനിലേട്ടൻ. അപ്പോൾ അദ്ദേഹം ഉണ്ടായിരുന്നു കൂടെ. അതും കലാവാദ്യത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഞങ്ങൾ ചില വാദ്യങ്ങളെ കുറച്ച് പഠിച്ചു. ഈ വാദ്യങ്ങൾ ഉപയോഗിച്ചിട്ടാണല്ലോ മേളങ്ങൾ പെർഫോം ചെയ്യുന്നത്. ഇതിൽ എത്രയോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മേളങ്ങളുണ്ട്. ഓരോ പൂരത്തിന് പോകുമ്പോഴും ഓരോ മേളങ്ങൾ അവർ പെർഫോം ചെയ്യും. ആ മേളങ്ങൾ എന്താണ്, അതിലെ ടൈപ്സ് എന്തൊക്കെയാണെന്നൊന്ന് വ്യൂവേഴ്സിന് എക്സ്പ്ലെയിൻ ചെയ്യും? പൊതുവെ ക്ഷേത്രോത്സവങ്ങളിൽ ഉപയോഗിക്കുന്നത് പഞ്ചാരി മേളം, പാണ്ഡിമേളം, ചെമ്പടമേളം, പിന്നെ അപൂർവ മേളങ്ങളായിട്ടുള്ള അടന്ത, അഞ്ചടന്ത, ധ്രുവം, നവം അതുപോലുള്ള മേളങ്ങളാണ്. അത് ഓരോ ക്ഷേത്രങ്ങൾക്ക് ഏതാണ്. ഇപ്പോൾ പഞ്ചാരി ആണെങ്കിൽ ലാസ്യത്തോടെയുള്ള കുറച്ചൊരു പതിഞ്ഞ് കാലത്തിൽ പോകുന്ന മേളമാണ്. പാണ്ഡിമേളാണെങ്കിൽ നേരെ മറിച്ചിട്ട് കുറച്ച് രൗദ്രഭാവം ഉള്ള മേളമാണ്. അപ്പോൾ അങ്ങനെ ഇത്തരം മേളങ്ങളാണ് പൊതുവെ ക്ഷേത്രങ്ങളിലൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത്. നമ്മളിവിടെ പഠിപ്പിക്കുന്നതും പഞ്ചാരി, പാണ്ഡി ഇതൊക്കെ പഠിപ്പിക്കാറുണ്ട് ഇവിടെ. ഇപ്പോൾ ആശാൻ പറഞ്ഞതുപോലെ ക്ഷേത്രങ്ങളിലൊക്കെ കോമൺ ആയിട്ടുള്ള മേളമാണ് പഞ്ചാരി മേളം, പാണ്ഡി മേളം എന്നൊക്കെ പറയുന്നത്. ഈ 2 മേളങ്ങളുടെ ഡിഫറൻസ് എന്താണ്? രണ്ടും 2 തരത്തിലുള്ള 2 ഭാവങ്ങളുള്ള മേളങ്ങളാണ് പഞ്ചാരിയും പാണ്ഡ്യയും എന്ന് പറഞ്ഞത്. അപ്പോൾ അനൂപ് പറഞ്ഞ പോലെ പഞ്ചാരി മേളത്തിന് ഒരു എന്താ പറയുക, ഒരു ക്ലാസിക്കൽ ഫീലാണ് പഞ്ചാരി മേളം എന്ന് പറഞ്ഞത്. അത് 96 അക്ഷരകാലുള്ള മേളത്തിന്. പക്ഷെ പാണ്ഡിമേളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്
ഒരു രൗദ്രഭാവമായിട്ടുള്ളൊരു മേളമാണ്. അപ്പോൾ അതെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ പഞ്ചാരിക്ക് 5 ഇപ്പം മേളങ്ങളിൽ മറ്റു മേളങ്ങൾ പഞ്ചാരിയായാലും ചെമ്പട, അടന്ത, ധ്രുവം, മഞ്ചടന്ത, നവം, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കാലങ്ങളായിട്ടാണ് കൊട്ടി വരാറുള്ളത്. ഇപ്പോൾ പഞ്ചാരി മേള ആണെങ്കിൽ 5 കാലങ്ങളായിട്ട് കൊട്ടും, ധ്രുവമേള ആണെന്നുണ്ടെങ്കിൽ 3 കാലങ്ങളായിട്ട് കൊട്ടുന്നത്. അപ്പം എല്ലാ മേളങ്ങളും കാലങ്ങളായിട്ടാണ്, കാലങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോ സ്റ്റേജുകളായിട്ടാണ് കൊട്ടി വരിക. ഇപ്പം പഞ്ചാരിയിൽ നമ്മൾ 96 അക്ഷരകാലം നമ്മൾ പറയണം, അത് പതികാലത്തിൽ 96 അക്ഷരകാലം, രണ്ടാം കാലത്തിന് അതിന് നേർപകുതി 48, പിന്നെ അതിൻ്റെ നേർപകുതി 24 അക്ഷരകാലം മൂന്നാം കാലത്തിലും, പിന്നെ 12 അക്ഷരകാലം 4 കാലത്തിലും, പിന്നെ 6 അക്ഷരകാലം 5 കാലം, അങ്ങനെ കാലങ്ങളായിട്ടാണ് ഇത് വേർതിരിച്ച് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനൊരു ക്ലാസിക്കൽ, അപ്പോൾ അത് കൊട്ട് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഒരു വേവ് പോലെയാണ്. അത് നമ്മളിപ്പോൾ ആദ്യം പതിഞ്ഞ കാലത്തിൽ നിന്ന് കൊട്ടി അതൊരു കാലം എത്തിക്കഴിഞ്ഞ് പിന്നെ അത് നമ്മൾ താഴോട്ടൊക്കെ ഇറങ്ങി, പിന്നെ ഓരോ കാലങ്ങളും ഇങ്ങനെ കയറി ഇറങ്ങിയായിരിക്കും. പക്ഷെ പാണ്ടിമേളം അങ്ങനെയല്ല. പാണ്ടിമേളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഘട്ടങ്ങളായിട്ടാണ് കൂട്ടുക. പാണ്ടിമേളത്തിന് ഘട്ടങ്ങളാണ്. അത് നമ്മൾ പതിഞ്ഞ കാലത്തിൽ നിന്ന് കൊട്ടി തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പാണ്ടി കൊലമ്പല് കഴിഞ്ഞ് ഓരോ ഭാഗങ്ങൾ കൊട്ടി കഴിയുമ്പോൾ അത് അതിൻ്റെ ഒരു കാലത്തിൽ അതിൻ്റെ ഒരു ഉച്ചസ്ഥായിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് പാണ്ടിമേളം കഴിയുക. അപ്പോൾ പാണ്ടി തുടങ്ങിയത് പതിഞ്ഞതാണെന്നുണ്ടെങ്കിൽ അവസാനിക്കുന്ന അതിൻ്റെ ഇടയിൽ എവിടെയും നിർത്തുക അല്ലെങ്കിൽ സ്പീഡ് കുറയുക, കാലം കുറയ്ക്കുക, അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ പാണ്ടിമേളം പതിഞ്ഞ് തുടങ്ങി കഴിഞ്ഞാൽ അത് അതിൻ്റെ ഒരു കാലത്തിലേക്ക് എത്തി, ഒരു പിരമിഡ് പോലെയാണ് അത്. അപ്പോൾ തുടങ്ങി പിന്നെ അതിൻ്റെ ഒരു കാലത്തിലേക്ക് എത്തി പാണ്ടിമേളം അവസാനിച്ച് പിന്നെ ചെറിയ ത്രിപുട കൊട്ടിയിട്ട് അവസാനിപ്പിക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ പഞ്ചാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ക്ലാസിക്കൽ ആയിട്ടുള്ളതും പാണ്ടി എന്ന് പറഞ്ഞ രൗദ്രഭാവമുള്ളത്, അതായത് നമ്മൾ സാധാരണ ഒരു രാജാവും റാണിയും അല്ലെങ്കിൽ ഒരു സ്ത്രീയും ഒരു പുരുഷനും അങ്ങനെ പറയുന്ന 2 മേളങ്ങളാണ് പഞ്ചാരിയും പാണ്ടിയും. പക്ഷെ ഇതിൽ ആരാണ് രാജാവ് ആരാണ് റാണി എന്നൊക്കെ പറയാൻ പറ്റില്ല, കാരണം രണ്ടുപേർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. ഇപ്പോൾ തൃശ്ശൂർ നമ്മൾ നോക്കുകയാണെങ്കിൽ തൃശ്ശൂരത്തിൽ പാണ്ടിമേളമാണ്. അതേസമയത്ത് നമ്മൾ പെരുവനം നടവഴിയിലേക്കൊക്കെ പോകണമെങ്കിൽ അവിടെ പഞ്ചാരിക്കാണ് ഏറ്റവും പ്രാധാന്യം. പാണ്ടിയുണ്ട്, പക്ഷെ എന്നാലും പഞ്ചാരി മേളം, കാരണം പെരുവനം എന്ന് പറയുന്നത് പഞ്ചാരി മേളത്തിൻ്റെ ഇറ്റിലമാണ്, കാരണം ബർത്ത് പ്ലേസ് എന്ന് പറഞ്ഞ പോലെ. പാണ്ടിമേളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രൗദ്രഭാവമായിട്ട് മാറി, അത് ഓരോരോ ഘട്ടങ്ങൾ കയറി അങ്ങനെ അവസാനിക്കുന്നതാണ്. അതാണ് ഈ 2 മേളങ്ങളും തമ്മിലുള്ള ഒരു വ്യത്യാസം. പഞ്ചാരി പിന്നെ നമ്മൾ ഒരു കൈയും ഒരു കോല് വെച്ചിട്ടാണ് കൂട്ടുക, പാണ്ടി 2 കോല് വെച്ചിട്ടാണ് കൂട്ടുക. അതായത് ഇടത്ത് കൈയിലും വലത്തേ കൈയിലും കോലും. പഞ്ചാരി ആണെങ്കിൽ ഒരു കൈയിൽ കോലും ഇടത്തേ കൈയിൽ കോലില്ലാതെ കൈ കൊണ്ട് കൂട്ടുക. അപ്പോൾ അതിനൊരു ശബ്ദ വ്യത്യാസം, അതിനൊരു ആസ്വാദന ശൈലിയുണ്ട്. നമ്മൾ 2 കോല് വെച്ച് കൂട്ടുമ്പോഴും ഒരു കൈയും ഒരു കോല് വെച്ച് കൂട്ടുന്നതിന് ഒരു ഭംഗിയുണ്ട്. അപ്പോൾ ആ ഭംഗി നമ്മൾ തകാരം തോംകാരം വെച്ച് കൈ ഇങ്ങനെ കൂട്ടി നമ്മൾ പഞ്ചാരി കൂട്ടുന്നതിന് അതിനൊരു ശരിക്കും ഒരു ഫീല് വേറെയാണ്. അപ്പോൾ രണ്ടിനും 2 തരാം. ഇപ്പോൾ കലാവാദ്യത്തിന് ഓരോ മേളം പെർഫോം ചെയ്യാൻ പോകുമ്പോഴും എല്ലാവരും ഒരുമിച്ച് ഒരു കുടുംബമായിട്ടാണല്ലോ ട്രാവൽ ചെയ്യുന്നത്, അവിടെ സ്റ്റേ ചെയ്യുന്നതും പെർഫോം ചെയ്ത് തിരിച്ചു വരുന്നതും. ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമോ? ഒരു കുടുംബമായിട്ട് പോകുമ്പോൾ എങ്ങനെയാണ് അതൊരു എനർജി ആഡ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും ശരിക്കും കലാവാദ്യത്തിൽ പഠിക്കാൻ വരുന്നവർ തുടക്കക്കാർക്ക് ഒരു പേടി ഉണ്ടാവും. ആരൊക്കെയാണ് പഠിപ്പിക്കുന്നത്, ആരൊക്കെയാണ് നമ്മുടെ ബാച്ച് മേറ്റ്സ്, ആരൊക്കെയാണ്, അതൊക്കെ ഒരു 1-2 ക്ലാസ് കഴിയുമ്പോഴത്തേക്കന്നെ ഒരു ഫാമിലിയെ പോലെ ശരിക്കും അവരൊരു കുടുംബം പോലെ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കായി മാറും. അത് ആശാന്മാരായാലും പിള്ളേരായാലും, അതിപ്പോൾ ചെറിയ പിള്ളേർ തൊട്ടിട്ട് വലിയ ചേട്ടന്മാർ വരെ പഠിക്കുന്നുണ്ട്, റിട്ടയർഡ് ആയവർ പോലും പഠിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ അപ്പോൾ ആരെയും ഒരു വേർതിരിവില്ലാതെ അങ്ങനെ ഒരു മാറ്റി നിർത്തില്ല. പുതിയ ബാച്ചായാലും പഴയ സീനിയർ ബാച്ചായാലും എല്ലാവരും ഒരുമിച്ചാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മൂകാംബിക അരങ്ങേറ്റുണ്ടായിരുന്നു. ഇപ്പോൾ രാജേഷ് ആശാന്തി ഇവർ പഠിപ്പിച്ച കുറുങ്കുഴലിൻ്റെ അരങ്ങേറ്റം എലത്താളത്തിനൊക്കെ പോകുമ്പോൾ നമ്മൾ ബസ് ബുക്ക് ചെയ്തിട്ടാണ് പോവുക. അപ്പോൾ ബസ്സിനകത്ത് പിള്ളേരടക്കം, അപ്പോൾ അവരുടെ ഫാമിലി ഉണ്ടാവും. കലാവാദ്യം ഫാമിലി എന്ന് പറഞ്ഞാൽ ആ പിള്ളേരും അവരുടെ ഫാമിലി കൂടി എല്ലാം ചേർന്നിട്ടുള്ളൊരു ഹ്യൂജ് ടീമാണ്. അച്ഛനമ്മമാർ, അനിയത്തിമാരുണ്ടാവും, ചിലപ്പോൾ ഏട്ടന്മാരുണ്ടാവും, എല്ലാവരും കൂടി ഒരുമിച്ച് പാട്ടൊക്കെ പാടി ഒരു ഉല്ലാസ യാത്ര പോലെ. അത് നമുക്കതൊരു എന്താ പറയുക, അപ്പോൾ ആ സമയത്തൊരു അധ്യാപകൻ വിദ്യാർത്ഥി എന്നുള്ളതിലപ്പുറം ഒരു ഫ്രണ്ട്സ് എന്നുള്ള രീതിയിലാണ് പോവുക. പക്ഷെ പഠിക്കേണ്ട സമയത്ത് പഠനത്തിൻ്റെ രീതിയിൽ പോവുക, ബ്രേക്ക് ആണെങ്കിൽ ബ്രേക്കിൻ്റെ സമയത്ത് ഫ്രണ്ട്ലി ആയിട്ടിരിക്കുക. അപ്പോൾ അത് പഠിക്കാൻ വരുന്നവരും അതുപോലെ ചെയ്യുന്നുണ്ട്, പഠിപ്പിക്കുമ്പോഴും അവർ അത് ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ളത് തന്നെ ഒരു ഭാഗ്യമാണ് നമ്മൾ കാണുമ്പോൾ. ഇവിടെ നമ്മൾ അങ്ങനത്തെ ഒരു സ്ട്രക്ചറാണ്. അതായത് നമ്മൾ പഠിപ്പിക്കുമ്പോൾ അത് ആരായാലും ശരി, പഠിപ്പിക്കുന്ന സമയത്ത് നല്ല സ്ട്രിക്റ്റും സീരിയസ് ആയിട്ടുള്ള പഠനങ്ങൾ തന്നെ. പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരുമായിട്ട് ഒരു സൗഹൃദം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് നമുക്കുള്ളത്. അതായത് ഒരു ഫ്രണ്ട്ലി
അറ്റ്മോസ്ഫിയർ. നമ്മളെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാസ് കഴിഞ്ഞ ആശമാരായാലും നമ്മൾ ശിഷ്യന്മാരായാലും നമ്മളെ പരസ്പരം ഇങ്ങനെ മീറ്റ് ചെയ്യാറുണ്ട്, കാണാറുണ്ട്, ഭക്ഷണം കഴിക്കാൻ പോകാറുണ്ട്. അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇപ്പോൾ എന്ത് പ്രത്യേകിച്ച് ബാംഗ്ലൂർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാംഗ്ലൂരിൽ അങ്ങനത്തെ ഒരു സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കുന്ന അറ്റ്മോസ്ഫിയർ നമുക്കത് പറ്റില്ല. കാരണം എല്ലാവരും ഇത് പഠിക്കുന്നത് അതെ അതെ അങ്ങനത്തെ ജോലിയൊക്കെ വിട്ട് കഴിഞ്ഞ് വന്ന് അവർക്ക് ആ ഒരു മനസ്സൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഒരു ടെൻഷനൊക്കെ മാറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് വരുന്നവരാ. അപ്പോൾ ആ സമയത്തേക്ക് നമ്മൾ അവർക്ക് നമ്മളെ കൊണ്ട് കലാവാദിത്വങ്ങൾ കൊടുക്കാൻ പറ്റുന്നത് ഒരു പുതിയ കല പഠിപ്പിച്ച് കൊടുക്കുക അല്ലാതെ തന്നെ അവർക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയറും കൂടി കൊടുക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ ഇതുവരെയ്ക്കും സംരക്ഷിച്ചു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ചില ചില വിദ്യാർത്ഥികൾ അങ്ങനത്തെ ഒരു ചിലർക്ക് പിന്നെ അങ്ങനത്തെ ഒരു താല്പര്യം ഉണ്ടാവില്ല, അങ്ങനെ ഉണ്ടാവില്ല. ഇല്ലാത്തവരല്ല, പക്ഷെ ആൾക്കാർ പലവിധല്ലേ. 99% എല്ലാവരും നമ്മളോടൊപ്പം നിന്ന് നിൽക്കുന്നവർ തന്നെ. അത് കുട്ടികളെന്ന് മാത്രമല്ല, പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾ മാത്രമല്ല. ഇപ്പോൾ അവരുടെ പാരൻസ് ആണെങ്കിലും ശരി, അവരുടെ പാരൻസ് ഒക്കെ നമ്മളായിട്ട് ഭയങ്കര ക്ലോസാണ്. അത്രയും ഇതായിട്ട് നമ്മളെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്യും. ഇടയ്ക്ക് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് അവരെ വിളിച്ച് വിളിപ്പുറത്തൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങനെ ചില ഇപ്പൊ കലാലയത്തിൽ കുറെ ഹസ്ബൻഡ് ഭാര്യയും ഭർത്താക്കന്മാരായിട്ട് ഫാമിലീസ് നിന്ന് പഠിക്കുന്നവരുണ്ട്, അച്ഛനും. അപ്പൊ ഇതൊക്കെ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവര് നമ്മുടെ ഒരു ബോണ്ടിങ് കണ്ടിട്ടാണ് ഇവരെല്ലാരും വരുന്നത്. കാരണം ഇവിടെ പഠിപ്പിക്കുന്നത് കല മാത്രമല്ലാതെ തന്നെ എങ്ങനെ നമ്മൾ എല്ലാരും കൂടി ഒന്നിച്ച് ഒരു കൂട്ടായ്മ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതും കൂടിയാണ് കലാലയത്തിൽ പ്രധാനമായിട്ടുള്ളത്. പിന്നെ എല്ലാവർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് അറിയുകയും ചെയ്യാം. ഇപ്പോൾ ചില അച്ഛന്മാരൊക്കെ പിള്ളേരെ ഒരു 3ാം ക്ലാസ് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരെ ക്ലാസ്സിൽ കൊണ്ടുവിട്ടിട്ട് പോകുമ്പോൾ അതൊരു ധൈര്യമാണ് അവർക്ക്. അപ്പോൾ അവർ അവരുടെ ഫാമിലി തന്നെയാണത് എന്നുള്ള ഒരു ഉത്തമ വിശ്വാസത്തിന് മുകളിൽ വിട്ടിട്ട് പോകുക, അപ്പോൾ വിളിച്ച് പറയുക, കാര്യങ്ങൾ അന്വേഷിക്കുക, അതൊക്കെ ചെയ്യുമ്പോൾ അത് നമുക്കൊരു നല്ല ഫാമിലിയാണ് നമുക്കും തോന്നും. ആ രീതിയിൽ നല്ല കോർഡിനേഷൻ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. I completely agree with you. ഇപ്പോൾ ഇംഗ്ലീഷിലൊരു സേയിങ് ഉണ്ടല്ലോ, ഓൾ വർക്ക് ആൻഡ് നോ പ്ലേ മേക്സ് ജാക്ക് എ ഡൾ ബോയ് എന്ന് പറഞ്ഞിട്ട്. അതേപോലെ ഐ തിങ്ക് സ്റ്റുഡൻസ് റിയലി റിക്വയർ ദാറ്റ് സ്പേസ് ടു റിഫ്രഷ് ദെൻ കം ബാക്ക് ആൻഡ് ലേൺ. ഐ തിങ്ക് ദാറ്റ് വിൽ റിയലി നർച്ചർ ദെയർ ടാലൻറ്റ്. അത് മാത്രമല്ല, കലാവാദ്യം ഇസ് ഓൾസോ നോൺ ഫോർ ഇറ്റ്സ് ഡൈവേഴ്സിറ്റി. ലൈക്ക് വി ഹാവ് എ വെരി ഡൈവേഴ്സ് കൾച്ചർ. ആൻഡ് എത്രയോ സ്റ്റഡീസ് പ്രൂവ് ചെയ്തിട്ടുണ്ട് ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഡൈവേഴ്സിറ്റിയെ നർച്ചർ ചെയ്താൽ ടാലൻറ്റ് ഓട്ടോമാറ്റിക്കലി ഗ്രോ ആവുന്നുള്ളത്. കലാവാദ്യത്തിന്റെ വാല്യൂസിനെ കുറിച്ചും ആ ഒരു ഡൈവേഴ്സിറ്റി പീസിനെ കുറിച്ചും ഒന്ന് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലം ഒരുപാട് മാറി. ഓക്കെ, അപ്പോൾ കാലം മാറുമ്പോൾ നമ്മളും മാറുക. പക്ഷെ എന്ന് കരുതി എല്ലാത്തിലും മാറ്റം കൊണ്ടുവരണം എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ നിബന്ധനകൾ ഒരുപാട് ഉണ്ടാവും. അതിൽ വേണ്ടത് ഏതൊക്കെയാണോ നമ്മൾ നോക്കുക. അപ്പോൾ കലാവാദത്തിൽ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഒരു കല പഠിക്കണം. കലാവാദത്തിൽ എൻ്റെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഒരു കല പഠിക്കണം എന്നുണ്ടെങ്കിൽ അത് ആർക്കും ആ വാതിൽ തുറന്നു കൊടുക്കുക എന്നുള്ളതാണ്. അത് ഏത് മതത്തിൽ നിന്നായിക്കോട്ടെ, ഏത് ജാതി ആയിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ, കല പഠിക്കാൻ ഒരു റെസ്ട്രിക്ഷൻസ് ഇല്ല. മനസ്സിലായോ? പഠനത്തിന് തന്നെ കല എന്ന് മാത്രമല്ല, എന്തൊരു എഡ്യൂക്കേഷൻ ആണെന്നുണ്ടെങ്കിലും അതിൽ ഒരു ഡൈവേഴ്സിറ്റി അങ്ങനത്തെ ജെൻഡർ ഈക്വാലിറ്റി അതൊന്നുമില്ല. എല്ലാവർക്കും തത്തുല്യമായ സ്ഥാനം ആണ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പം അങ്ങനത്തെ ഒരു നിർബന്ധം എനിക്ക് കലാവാദത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ അങ്ങനത്തെ ഒരു ഇത് റൂള് വെച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ, കലാവാദത്തിൽ ആർക്ക് എന്ത് പഠിക്കണം എന്നുണ്ടെങ്കിലും നിങ്ങൾ ഇങ്ങോട്ട് വന്നോളൂ, ഞങ്ങൾ പഠിപ്പിച്ചു തരാം. കാരണം അവർക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഇവിടെ തന്നെ പ്രായത്തിനൊരു പരിമിതി ഇല്ല. അത് 5 വയസ്സ് തൊട്ട് 65 വയസ്സ് വരെയുള്ളവർ പഠിക്കുന്നവരുണ്ട് കലാവാദത്തിൽ നിലവിൽ ഇപ്പോഴും. അപ്പോൾ കുട്ടികളായാലും ശരി, മുതിർന്നവരായാലും ശരി, ഒരുപാട് റിട്ടയർഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ആയാലും അവരൊക്കെ വന്ന് ഒന്നിച്ച് പങ്കുചേർന്ന് പോകുന്നുണ്ട്. ഇത് കൂടാതെ ലേഡീസ് തന്നെ മാത്രമായിട്ട് പെർഫോം ചെയ്യുന്ന പഠിച്ചു വരുന്ന അവരെ കലാവാദത്തിൽ നല്ലൊരു ടീം അവർ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. ഒരു ഫോം ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ. അപ്പം അതൊരു ടൈം ആകുമ്പോഴേക്കും അവർ പുറത്തേക്ക് ഇറക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അവർ അതിനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഒരു എക്സ്ക്ലൂസീവ് ലേഡീസ് ടീം കലാവാദത്തിൻ്റെ അതിൽ. അപ്പോൾ അവർ ഒരുപാട് കഷ്ടപ്പെട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു യൂണിറ്റി പോലെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് കഷ്ടപ്പെട്ട് പഠിക്കുന്നുണ്ട് കലയൊക്കെ. അതായത് അവർക്ക് തന്നെ മനസ്സിലായി തുടങ്ങി. അതായത് നമ്മളെല്ലാവരും ചെണ്ട മാത്രം പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെണ്ടയിലേക്ക് എങ്ങനെയാണ് ഒരു ടീം ഫോം ചെയ്യാൻ പറ്റുക. അപ്പോൾ അവർ തന്നെ അവർ ടീം സ്പ്ലിറ്റ് ചെയ്തു. കുറച്ച് പേര് ഒരു കുട്ടി കുഴൽ പഠിക്കുന്നുണ്ട്, കുറച്ച് പേര് എലത്താളം പഠിച്ച് അനുവിൻ്റെ അടുത്ത് നിന്ന് എലത്താളം പഠിച്ച് അരങ്ങേറ്റം കഴിഞ്ഞു.
പിന്നെ ചിലർ വലന്തൽ പിടിക്കുന്നുണ്ട്, ചിലർ ഉരുട്ടിൽ നല്ലപോലെ കൊട്ടുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് ഇതൊരു ടീമാവുള്ളൂ, ഒരു ടീം വർക്ക് ആവുള്ളൂ. അല്ലാണ്ട് ഞാൻ ഇന്നത് മാത്രമേ ഞാൻ പഠിക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വിദ്യാർത്ഥിയുടെ ഒരു ഇതല്ല. പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇത്രയും പഠിച്ചു, ഇവിടെ ഇത്ര പഠിച്ചു, ഇവിടെ ഇങ്ങനെ പഠിച്ചു, ഇവിടെ അങ്ങനെ പഠിച്ചു, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. പഠിക്കുകയാണെങ്കിൽ ഒരു കാര്യം നിങ്ങൾ പഠിക്കണം, അത് പൂർണ്ണമായിട്ട് പഠിക്കൂ. പൂർണ്ണമായിട്ട് പഠിച്ച് അതിൽ നല്ല അറിവ് ഗെയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത കാര്യം പഠിക്കുക. അല്ലാതെ എല്ലാം ഒരു ഭാഗത്തുനിന്ന് എടുത്ത് വെച്ചിട്ട് എല്ലാം കൂടി ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതല്ല. അത് എങ്ങനെ ഞാൻ നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകണു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ പ്രായം, ജാതി, മതം, അത് അല്ലാണ്ട് സ്ത്രീയാണോ പുരുഷനാണോ അങ്ങനെ അതൊന്നും കലാവാദത്തിൽ ഞങ്ങൾ അങ്ങനത്തെ ഒരു ഇതും നമുക്കൊന്നും ഒരു ഇതില്ല. ഇപ്പോൾ കലാവാദ്യത്തിൽ ഈ ഡൈവേഴ്സിറ്റീനെ മാത്രമല്ല, സ്റ്റുഡൻസിന് എത്രയോ എക്സ്പോഷേഴ്സ് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പം ഞാൻ തന്നെ ജോയിൻ ചെയ്തിട്ട് 6 മാസം തികച്ചായിട്ടില്ല, പക്ഷേ ഐ കുഡ് പെർഫോം ഇൻ എ മ്യൂസിക് ആൽബം. അതേപോലെ തന്നെ കലാവാദ്യം എൻ്റർടൈൻമെൻറ്റ്സിന് സ്റ്റുഡൻസിന് ഒരു എക്സ്പോഷർ കൊണ്ടുവരാനും അവരൊരു പേര് വളർത്താനും കുറേ എഫേർട്സ് ഇടുന്നുണ്ട് ആശാൻ. അതിനെ കുറച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. അത് ഞാൻ മാത്രമല്ല, ഇത് ഞാൻ പറഞ്ഞില്ലേ, ഒരു സ്ഥാപനം എന്ന് പറഞ്ഞത് ഒരാളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പം എനിക്കൊരു ടീമുണ്ട്. ഇപ്പോൾ ഇവരെല്ലാവരും ഉണ്ട്. പിന്നെ ഇന്ന് വരാൻ പറ്റാതിരുന്ന രഘു ഉണ്ട്. പിന്നെ ഏറ്റവും സൂപ്പർ സീനിയേഴ്സ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അപ്പം നമ്മളെല്ലാവരും കൂടി ഒരു ടീം വർക്കാണ് ഇതിൽ പോകുന്നത്. അപ്പം ഞാൻ ഇവരോട് എല്ലാവരും പറഞ്ഞ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അതായത് നമുക്ക് മാക്സിമം നമ്മുടെ കൂടെ നിൽക്കുന്നവർ, മനസ്സിലായി, നമ്മുടെ കൂടെ നിന്ന് പ്രവർത്തിച്ച് വരുന്നവർ, അത് വിദ്യാർത്ഥി ആയിക്കോട്ടെ, കലാകാരന്മാരായിക്കോട്ടെ, ഒരേ ചിന്താഗതിയിൽ വന്ന് പ്രവർത്തിച്ച് പോകുന്നവർക്ക് വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും അവർ പ്രൊമോട്ട് ചെയ്തെടുക്കണം. അത് നമ്മൾ വളർന്നില്ല എന്നുണ്ടെങ്കിൽ, എനിക്കൊരൊറ്റ ആഗ്രഹമല്ല, ഞാൻ വളർന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഉള്ളവർ വളരണം എന്നുള്ളൊരു മനസ്സ് തുറന്ന് പറയുന്ന ഒരു സത്യത്തിൽ ഞാൻ പറയുന്ന ഒരു കാര്യമാണത്. കാരണം ഞാൻ വളർന്നില്ലെങ്കിൽ എൻ്റെ കൂടെ ഉള്ളവർ വളരണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഇടയ്ക്ക് സോപാന സംഗീതം പഠിപ്പിക്കുമ്പോൾ 2 വിദ്യാർത്ഥികളുണ്ടായിരുന്നു, ഒരു നിതിനും വിജയ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവർ നന്നായിട്ട് പാടുന്ന വ്യക്തികൾ. നിതിൻ ചെണ്ടയും കൊട്ടും, വലന്തല പിടിക്കും, ഇടയ്ക്ക് പഠിക്കുന്നുണ്ട്, സോപാന സംഗീതം പഠിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത്. പക്ഷെ ആരും അറിയുന്നില്ല. അപ്പോൾ വിജയ നന്നായിട്ട് പാടുന്നൊരു വ്യക്തിയാണ് വിജയ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവരൊക്കെ ലോകം അറിയണം, അല്ലേ? അപ്പോൾ മാത്രമല്ല, വിജയ എന്ന് പറഞ്ഞത് എൻ്റെ ഊഹം ശരിയാണെന്നുണ്ടെങ്കിൽ കർണാടകയിലെ തന്നെ ആദ്യത്തെ സോപാന സംഗീതം അരങ്ങേറ്റം ചെയ്ത വനിതയാണ് വിജയ. അപ്പോൾ പുള്ളിക്കാരിക്ക് നല്ലപോലെ പ്രൊമോട്ട് ചെയ്തെത്തണം, ലോകം എല്ലാവരും അറിയണം നമ്മുടെ വിദ്യാർത്ഥി. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സോപാന സംഗീതം സ്വന്തമായിട്ട് കമ്പോസ് ചെയ്ത് രചിച്ച് സംഗീത സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്നു. 2 പാട്ടുകൾ, 2 4 കീർത്തനങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ 2 റെക്കോർഡിങ് ചെയ്ത് കഴിഞ്ഞു. അതിൽ ഒരു പാട്ട് നിതിൻ പാടി, പിന്നെ 2ാമത്തെ പാട്ട് വിജയ, പിന്നെ ആതിര എന്ന് പറഞ്ഞ റീസെൻ്റ്ലി പുതിയതായിട്ട് ജോയിൻ ചെയ്ത്, ചെണ്ടയ്ക്ക് പുള്ളിക്കാരി ജോയിൻ ചെയ്തതാണ്, പക്ഷെ പാടും എന്ന് പറഞ്ഞപ്പോൾ അതിലേക്കും നിർത്തി. പിന്നെ അതുകൂടാതെ പവിത്രനും ചെയിങ്ങിൽ താളം പിടിച്ചിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ഇതൊക്കെ എന്തിനാ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കൂടെ നിന്ന്, കാരണം നിങ്ങളെല്ലാവരും അത് അത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുള്ള കുട്ടികളാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു അവസരം, നിങ്ങൾക്ക് ലോകത്തിൻ്റെ മുന്നിലേക്ക് എക്സ്പോഷർ കിട്ടാൻ വേണ്ടിയിട്ടും കൂടിയിട്ടാണ് അങ്ങനെ ഞാനൊരു പ്ലാന് കൊണ്ടുവന്നത്. അതായത് വേറൊന്നും വേണ്ട, നമ്മൾ കമ്പോസ് ചെയ്തൊരു സോപാന സംഗീതം. അങ്ങനെയാണ് ഞാൻ ഏകദേശം ഒരു 3 മാസത്തോളം ഇരുന്ന് കമ്പോസ് ചെയ്ത് ഒന്ന് ഗണരാജനെ ജയ ജയ, പിന്നെ ശിവശാന്ത സ്വരൂപിനെ എന്ന് പറഞ്ഞ പാട്ടുകൾ കമ്പോസ് ചെയ്തതും റെക്കോർഡ് ചെയ്തും. അപ്പോൾ റെക്കോർഡ് ചെയ്യാൻ ഞങ്ങളെ സഹായിച്ചത് അതും എൻ്റെ ശിഷ്യൻ തന്നെയായിരുന്നു, രഞ്ജിത്ത് എന്ന് പറഞ്ഞുള്ള ഏലത്താളുകാരനാണ്, അനൂപിൻ്റെ ടീമിലുണ്ട്. അപ്പോൾ അദ്ദേഹം മ്യൂസിക് ആൽബത്തിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹമാണ് നമ്മളെ ഹെൽപ്പ് ചെയ്തത്. പിന്നെ ഒരുപാട് ഇനീഷ്യേറ്റീവ്, ഇത് മാത്രമല്ല, മറ്റു ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, പ്രോഗ്രാംസും കൂടി ആകുമ്പോൾ ഞാനെപ്പോഴും, ഇപ്പോൾ അനൂപ് ഇടയ്ക്ക് എന്നോട് പറയും, നമുക്കൊരു കാര്യം ചെയ്യാം, പ്രാക്ടീസൊക്കെ നടത്തുമ്പോൾ അപ്പോൾ ഞാൻ ഉരുട്ടിന് എല്ലാവരും കൂടെ കൂട്ടും, അനൂപ് ഏലത്താളത്തിൻ്റെ കൂടെ നിൽക്കും. അപ്പോൾ ചിലപ്പോൾ അനൂപ് പറയും, നമുക്ക് മാറി നിൽക്കാം, മറ്റാൾക്കാരും കൂടി റെഡി ആവട്ടെ, അവർ ലീഡ് ചെയ്യാൻ തുടങ്ങട്ടെ. എപ്പോഴും നമ്മൾ മാത്രം അനൂപ് പറഞ്ഞത് ശരി തന്നെയാണ്. അത് നമ്മൾ മാത്രം ഇടയ്ക്ക് ലീഡ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം പുതിയ ആൾക്കാർ വരണം കലാവാദത്തിന്. ഞങ്ങൾ അങ്ങനെയും
വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോൾ കുട്ടികളുടെ ബാച്ച് ആണെങ്കിലും ഈ കഴിഞ്ഞ മൂകാംബികയിൽ കുട്ടികളുടെ മാത്രമായിട്ടുള്ളൊരു മേള ഞങ്ങൾ നടത്തി. അത് അസലായിട്ട് മേളം പോവുകയും ചെയ്തു. അത് ഏറ്റവും പ്രായം കുറഞ്ഞുള്ള എൻ്റെ ഒരു ശിഷ്യൻ ലക്ഷ്മി നാരായണൻ എന്ന് പറഞ്ഞിട്ട് ലീഡ് ചെയ്തതെല്ലാം പുതിയ ആൾക്കാർ ലീഡ് ചെയ്തെല്ലാം പുതിയ ആൾക്കാരെ വെച്ചിട്ടാണ്. അതല്ല അങ്ങനത്തെ ഒരു ഇതുണ്ട്. മേളം ഗംഭീര. അപ്പം ആ മേളത്തിൽ എനിക്ക് തോന്നുന്നു കൊട്ടിയത് ലക്ഷ്മി ഉണ്ടായിരുന്നു, പിന്നെ ധ്രുവ്, അമോഘ്, ശ്രീനന്ദ്, അഥർവ് ഉണ്ടായിരുന്നു, യദു കൃഷ്ണൻ, പിന്നെ വേദിക, ഇവരൊക്കെ എല്ലാവരും കൂടി നിന്നിട്ട് അസലായിട്ടുള്ള ഒരു പ്രൊഫഷണൽ മേളം പോലെ തന്നെയായിരുന്നു അത്. അപ്പോൾ ആ കുട്ടികൾക്ക് കിട്ടുന്ന അവർക്കും ഒരു ആഗ്രഹം, കാരണം അവർക്കും ഒരു സന്തോഷം. ഞാൻ ഇത്രയും കൊല്ലമായിട്ട് മേളം പിടിച്ചിട്ട് ഞാൻ ദേ ഒരു ലീഡ് ചെയ്ത് ഫ്രണ്ടിൽ നിന്ന് കൊട്ടാൻ പോവുകയാണ്. അപ്പോൾ അവർക്കൊരു സന്തോഷം ഉണ്ടാവും. അതേപോലെ അവർ പാരൻസിന് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു നിമിഷമായിരിക്കും. അപ്പം അങ്ങനത്തെ ഒരുപാടുണ്ട്. അങ്ങനെയാണ് ഞാൻ ഇവരോട് ലേഡീസിൻ്റെ അവരോടൊക്കെ പറഞ്ഞത്, നമുക്ക് ഇത് മാത്രമല്ല, നമുക്ക് ഇനിയും എത്തിക്കണം. അങ്ങനത്തെ ഒരുപാട് പ്ലാൻസുകൾ കാര്യങ്ങളുണ്ട്. കലാവായത്തിൽ നിന്ന് പഠിച്ചിറങ്ങുന്നവർക്ക് എന്തെങ്കിലും അവർക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്ന ഒരു നല്ല ഓർമ്മകൾ, അല്ലെങ്കിൽ നാളെ അവർ തിരിഞ്ഞു നോക്കുമ്പോൾ അവരുടെ പേരിൽ എന്തെങ്കിലും ഒരു വീഡിയോസോ ഒരു ക്രിയേഷൻസോ അതെന്തായാലും വെക്കണം എന്നുള്ളൊരു നിർബന്ധം എനിക്കുണ്ട്. അപ്പം അതിനുള്ളൊരു തയ്യാറെടുപ്പ് നമ്മളിങ്ങനെ ചെയ്തു പോകുന്നുണ്ട്. അല്ലാതെ ഇനിയും 2 സഹപ്രമാണിമാരുണ്ട് കൂടെ. സോ നമ്മളിങ്ങനെ കോർഡിനേറ്റ് ചെയ്ത് ആണ് നമ്മൾ ഇത് മേളം ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ മൂകാംബിക പരിപാടി എടുക്കുകയാണെങ്കിൽ അവിടെ രഘു ആയിരുന്നു ലീഡിങ്, ഞാനും എൻ്റെ ഇനിയൊരു സഹപ്രമാണി സുഭാഷ് ആയിരുന്നു സൈഡിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അതേപോലെ കാഞ്ഞൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നോക്കുമ്പോൾ സുഭാഷ് ആയിരുന്നു ലീഡിങ്, ഞാനും രഘുവേട്ടനും ഇങ്ങനെ ഇതിലായിരുന്നു സഹപ്രമാണിയായിട്ടായിരുന്നു. അപ്പോൾ അതേപോലെ നമ്മളൊരു കോർഡിനേഷനിലാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇവിടെ അങ്ങനെ ഇപ്പോൾ ഞങ്ങൾക്ക് സ്ഥാനങ്ങളൊന്നുമില്ല. അതൊക്കെ നമ്മൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നിൽക്കാറൊക്കെ ഉണ്ട്. ചിലപ്പോൾ ഞാൻ തന്നെ മേളത്തിൽ എവിടെയെങ്കിലൊക്കെ അനുവിനോട് പറയും കുറച്ച് നേരം തളം തരും അങ്ങനെയൊക്കെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് മേളം നടക്കുമ്പോഴല്ല കേട്ടോ, മേളം നടക്കുമ്പോഴല്ല, മേളത്തിന് മുന്നേ തന്നെ നമ്മൾ തീരുമാനിക്കും ഒരു കാര്യം ചെയ്യും, ഞാൻ വലന്തല പിടിക്കാൻ നീ കൂട്ടുക, അല്ലെങ്കിൽ താൻ ഇത് എടുക്കുക, അങ്ങനെയൊക്കെ. ഇപ്പോൾ ആശാൻ ഇതിൽ ടീം വർക്കിനെ കുറച്ച് പറഞ്ഞല്ലോ. പിന്നെ അത് പോരാതെ പുതിയതായി പഠിക്കുന്നവർക്കൊരു എക്സ്പോഷറും അവർക്കൊരു എക്സ്പീരിയൻസ് കിട്ടണം എന്നുള്ള നിങ്ങളുടെ സ്ട്രഗിളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ ഒരു മേളത്തിന് പോകുമ്പോൾ അതിൽ എത്ര ആൾക്കാർ പോകണം, ഇതിൽ എത്ര ജൂനിയേഴ്സ് ഉണ്ടാവണം, സീനിയേഴ്സ് ഉണ്ടാവണം, ഇവരൊക്കെ എവിടെ നിൽക്കണം ഒരു വലിയ എക്സസൈസ് ആണല്ലോ അത്, ഒരു മേളത്തിന് ആൾക്കാർ ചൂസ് ചെയ്യുന്നത്. സോ അത് നിങ്ങൾ കലാവാദ്യത്തിൽ എങ്ങനെയാണ് ആ ഒരു പ്രൊസീജിയർ ഉള്ളത് എന്നൊന്ന് പറയൂ. മേളത്തിന് നമ്മൾ പോകുമ്പോൾ നമ്മൾ എന്തായാലും ഇപ്പം ഞാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ എല്ലാവരും മേളത്തിനൊക്കെ പോകുമ്പോൾ ഞങ്ങളുടെയൊക്കെ മേളം ഉള്ള സമയത്ത് ഞാനൊരു ചാർട്ട് പ്രിപ്പയർ ചെയ്യും. അതിപ്പോൾ 3 പേരാണെന്നുണ്ടെങ്കിലും 10 പേരാണെങ്കിലും 50 പേരാണെങ്കിലും 70 പേരാണെങ്കിലും നമ്മളൊരു ചാർട്ട് പ്രിപ്പയർ ചെയ്യും. അപ്പം ഞാൻ ആ ചാർട്ടിൽ എഴുതി കൊടുക്കും ആരൊക്കെയാണ് എവിടേക്കാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ എഴുതി കൊടുക്കും. അതെന്തിനാ എഴുതി കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവർക്ക് അറിയില്ല ഞാൻ എവിടെ നിൽക്കണം എന്ന് ഇവർക്കറിയില്ല, ഞാൻ എന്ത് ചെയ്യണം, എങ്ങനെ നിൽക്കണം, എവിടെ പോയി നിൽക്കണം എന്നുള്ളത് അറിയില്ല. അപ്പോൾ ഇത് നമ്മൾ പ്രോപ്പർ ഗൈഡൻസ് നമുക്ക് അവർക്ക് കൊടുക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് സന്തോഷം, ഇവർക്ക് ഉള്ളിൽ തമ്മിൽ വിഷമങ്ങളൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ അവർ പറയും ആശാനെ അതേ ഞാനിവിടെ നിന്നിട്ട് എന്നെ പിടിച്ച് പിന്നിലേക്കാക്കി, ഞാൻ ഇവിടെ നിന്നിട്ട് എന്നെ പിടിച്ച്. പക്ഷെ അതൊക്കെ ഒഴിവാക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. നമ്മളിപ്പോൾ ഒരു മേളം നിയന്ത്രിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യാനും പ്രാപ്തരാകണം. കാരണം നമ്മുടെ കൂടെ ആ മേളത്തിന് പങ്കെടുക്കുന്ന ആരൊക്കെയാണോ അത് നമ്മുടെ മേളമാണ്, എൻ്റെ മേളമല്ല. ഒരു 100 ആൾക്കാരുടെ ആയാലും 300 ആൾക്കാരുടെ മേള കഴിഞ്ഞാൽ നമ്മൾ പറയാൻ പാടില്ല അത് എൻ്റെ മേളമായിരുന്നു നല്ലതല്ല, അത് നമ്മുടെ മേളമാണ്. വി ആർ എ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ മേളം, ആ നമ്മുടെ മേളം നിയന്ത്രിച്ച് കൊണ്ടുപോകേണ്ടത് ഒരു മേളപ്രമാണിയുടെ ചുമതലയാണ്. അപ്പോൾ പ്രമാണിയായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ ഈ കലാകാരന്മാർ എവിടെ നിൽക്കണം, എങ്ങനെ നിൽക്കണം എന്നുള്ളതൊക്കെ അവരോട് പറഞ്ഞ് മനസ്സിലാക്കിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ വളരെ സന്തോഷരാണ്. അതിലെ
അപ്പോൾ 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 ഇതെന്താ, പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മേളത്തിന് ചെന്ന് നിൽക്കണു. അതിപ്പോൾ മുന്നിലായാലും പിന്നിലായാലും നടുക്കായാലും 15ാമത്തെ ചെണ്ടക്കാരനായാലും എന്തായാലും കൊട്ടുന്നത് പഞ്ചാരിയാണ്. പഞ്ചാരിക്ക് മാറ്റമൊന്നുമില്ല. പഞ്ചാരിക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇതിനോടൊക്കെ ഇപ്പം എന്തിനാണ് ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക് ഫിഗർ, അതായത് ഇപ്പോൾ ഒരുപാട് സോഷ്യൽ മീഡിയാസ് ഉണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അതായിരിക്കാം, എനിക്ക് അതറിയില്ല. ഇനി അത് കലാവാദ്യത്തിൽ ഇപ്പോഴുള്ള നിലവിൽ ആർക്കും അങ്ങനെ ഒരു സ്ഥാനപ്രസക്തിന്റെ ആൾക്കാർ ആരുമില്ല. ഏത് പൊസിഷനിൽ അവർ തന്നെ പറയും ഞാൻ ഇവിടെ നിൽക്കുക, അവരവിടെ നിർത്തൂ, അങ്ങനെ പറഞ്ഞ് മുന്നോട്ട് വന്നിട്ട് എല്ലാവരും ആരാണ് ലീഡ് എന്നതിന് ഉപരി എല്ലാവരും ലീഡ് ചെയ്യുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് ഒരു പരിധിവരെ നമ്മൾ വിജയിക്കാൻ തന്നെ കാരണം. ഒരു കലാരൂപത്തിന് ഒരു സ്ഥാനമില്ല. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നമ്മൾ നല്ല രീതിക്ക് കൊണ്ടുപോയതിന് നമുക്ക് അർഹതയുള്ളത് നമുക്ക് കിട്ടും. അല്ലാണ്ട് സ്ഥാനത്തിന് എനിക്ക് അങ്ങനെ വലിയൊരു ഇതില്ല. പക്ഷെ ഒരു മേളത്തിന് നമ്മളെല്ലാവരും കൂടി മുന്നോട്ട് പോകുമ്പോൾ ആ കാരണവർ, അതായത് മേളപ്രമാണി ആരാണോ ഇവരെല്ലാവരും കൂടെ നിർത്തുക എന്നുള്ളത് ഏറ്റവും വലിയ എന്താ പറയുക ചടങ്ങെന്ന് പറയാം, ഒരു ടാസ്ക്കാണത് ശരിക്കും പറഞ്ഞത്. കാരണം ഇത്രയും പേര് ഒരു വിഷമം തോന്നാതെ, ഒരു അലോഹ്യം തോന്നാതെ ഇവരെല്ലാവരും കൂട്ടി ചേർത്തി കൊണ്ടുപോകുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. അത് നമുക്ക് നന്നായിട്ട് അറിയാം. കാരണം നമ്മൾ കലാഭാഗത്തിൽ ഏകദേശം ഇത്രയും വർഷങ്ങളിൽ നമ്മൾ നോക്കിയിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. ഇവരെല്ലാവരും ഒരു ഇതായിട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ അത് എളുപ്പമുള്ള ഒരു കാര്യമല്ല. അപ്പോൾ 99% എല്ലാവരും നമ്മുടെ ആ സ്ട്രക്ചർ ഫോളോ ചെയ്ത് വന്നിട്ടുണ്ട് ഇതുവരെയ്ക്കും. അപ്പോൾ അതിലൊരു കുഴപ്പം നമുക്ക് ഇന്നേവരെ ഒരു പാളിച്ച ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല. ഇപ്പോൾ കലാവാദ്യത്തിൽ നിന്ന് തന്നെ മോർ ദാൻ 850 സ്റ്റുഡൻസ് ആശാൻ്റെ അണ്ടർ ഗ്രാജുവേറ്റ് ആയിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഇനിയും കുറേ കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ആശാൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരു സ്റ്റുഡൻ്റ് എന്ന് പറയുമ്പോൾ അവരൊരു ക്വാളിറ്റീസ് എന്തൊക്കെയാണ് ഉണ്ടാവേണ്ടത്? 850 എന്ന് പറഞ്ഞത് അത് ഞാനിപ്പോൾ ഇതുവരെയ്ക്കും പഠിപ്പിച്ച് പോയ വിദ്യാർത്ഥികൾ ഇപ്പോൾ ഇവരെല്ലാവരും പഠിപ്പിച്ച ഒരു കണക്കൊക്കെ വെച്ച് നോക്കുമ്പോൾ 1000-ന് മേലെ എന്തായാലും പോകും. പക്ഷെ ഒരു സ്റ്റുഡൻറ്റിന്, ഒരു വിദ്യാർത്ഥിക്ക് വേണ്ട ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യന് വേണ്ട ക്വാളിറ്റി എല്ലാം ഒരു ശിഷ്യന് വേണം, ഒരു സാമാന്യം വേണം. അതെന്താ വെച്ച് കഴിഞ്ഞാൽ നീതി, ന്യായം, സത്യസന്ധത, ആത്മാർത്ഥത, പിന്നെ കൃത്യനിഷ്ഠത, ഇതൊക്കെ നമ്മുടെ ലൈഫിൽ വേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇതുണ്ടെങ്കിൽ വിജയിച്ചു. പക്ഷേ ഇതിൽ ഒരുപാട് പേർക്ക് ഇങ്ങനത്തെ ഒരു ക്വാളിറ്റീസ് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവർക്കും ചിലപ്പോൾ ഇങ്ങനെ വരണം എന്നില്ല. അതായത് നമ്മളിപ്പോൾ ഒരു പരിപാടിക്ക്, ഇപ്പോൾ ഞാൻ ഏതെങ്കിലും സ്റ്റുഡൻറ്റിനോട് പറയും ഇന്ന സമയത്ത് ക്ലാസ്സിലേക്ക് വരണം, 6 മണിക്ക് ക്ലാസ് തുടങ്ങുകയാണ്, അപ്പോൾ 6 മണിക്ക് നമുക്ക് തുടങ്ങണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ 6:15 ആവും ചിലവരൊക്കെ വരുമ്പോൾ. പക്ഷെ അങ്ങനെയല്ല വേണ്ടത്. അത് വരികയാണെന്നുണ്ടെങ്കിൽ സമയം നേരത്തെ 6 മണിക്ക് ക്ലാസ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഞാനവിടെ ഇപ്പം ഇവർക്കൊക്കെ തന്നെ അറിയാം, ഞാൻ എവിടെയെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ എത്തും. ഞാൻ നേരത്തെ എത്തിയിട്ട് ആണ് ഞാൻ എപ്പോഴും ഫസ്റ്റ് ഞാൻ എത്തിയിരിക്കും. കാരണം അത് എന്നോട് കാണിക്കുന്ന ആത്മാർത്ഥത. എന്ന സമയത്ത് എത്തണം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു 3/4 മണിക്കൂർ മുമ്പ് ഞാൻ എത്തിയിരിക്കും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പ്രധാനമായിട്ട് വേണം. പിന്നെ എന്താ വെച്ചാൽ സത്യസന്ധത, അത് വളരെ വേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ശരി, നമുക്കിതാണ് ശരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതാണ് ശരി. നമ്മുടെ കൂടെ നിൽക്കുന്നവരെ, ഇപ്പം ഞാൻ അങ്ങനെയാണ് ഇവരെല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇപ്പം ഞാൻ എൻ്റെ ശിഷ്യന്മാർക്ക് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നെക്കാളും നല്ലൊരു കലാകാരനായി നിങ്ങൾ മാറണം. അപ്പോൾ പിന്നെ അനൂപും രാജേഷും വിഷ്ണുവൊക്കെ പഠിപ്പിക്കാൻ തുടങ്ങി ഞാൻ ഇവരോട് പറഞ്ഞ ഒരൊറ്റ കാര്യമില്ല, ഞാൻ എങ്ങനെ മുന്നോട്ട് പോകുന്നു അതേ ചിന്താഗതിയോട് കൂടി നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങൾ ആഗ്രഹിക്കണം നിങ്ങളുടെ ശിഷ്യന്മാർ നിങ്ങളെക്കാട്ടിലും മികച്ചവനും ഇവരായി മാറണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഇതൊക്കെയാണ് ഒരു സ്റ്റുഡൻറ്റ് വേണ്ടത്. പിന്നെ ഒരു വിദ്യാർത്ഥി എപ്പോഴും വിശ്വസിക്കുക, അവരുടെ ഗുരുനാഥനെ വിശ്വസിക്കുക. കാരണം അവരൊരു കാര്യം പഠിക്കാൻ ഗുരുനാഥൻ്റെ അടുത്ത് ദക്ഷിണ വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി ഗുരുനാഥൻ നോക്കില്ല. ഞാനിപ്പോൾ എൻ്റെ ശിഷ്യരോട് പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു ദക്ഷിണ വെച്ചു, ഞാൻ ഇപ്പോഴും ആരെങ്കിലും എനിക്ക് ദക്ഷിണ തരുമ്പോൾ ഞാൻ അവരോട് പറയും നിങ്ങൾ എനിക്ക് 1 രൂപ തന്നാൽ മതി എന്ന് പറയും. കാരണം ഒന്നിൽ നിന്നാണ് തുടക്കം. ഞാൻ അങ്ങനെ ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ദക്ഷിണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ നിന്ന് തുടങ്ങിയിട്ട് ഞാൻ അവരോട് പറയും ക്ഷമ. ഏറ്റവും കൂടുതൽ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, 90% എൻ്റെ ജോലിയാണ്, 10% നിങ്ങളുടെ ഉത്തരവാദിത്തം. ആ 10% നിങ്ങൾ മര്യാദയ്ക്ക് ചെയ്തോളൂ, ബാക്കി 90% ഞാൻ നോക്കിക്കോളാം എന്ന് പറയും. അതാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. അപ്പോൾ ഞാൻ എപ്പോഴും ആദ്യമായിട്ടൊരു വിദ്യാർത്ഥി എൻ്റെ അടുത്തേക്ക് വരുന്നത്, ആ വിദ്യാർത്ഥിക്ക് എൻ്റെ മേലെ ഒരു വിശ്വാസം ഉണ്ടാവും.
ആശാൻ എന്നെ അത് പഠിപ്പിച്ച് ആശാൻ്റെ കൂടെ മേളത്തിന് കൊണ്ടുപോയി കൊട്ടിക്കുക, മറ്റുള്ള മേളത്തിൽ കൊണ്ടുപോയി കൊട്ടിക്കുക എന്നുള്ളൊരു വിശ്വാസം ഉണ്ടാവും. അതേ വിശ്വാസം തന്നെ എനിക്കും ഉണ്ടാവും വിദ്യാർത്ഥിയുടെ മേലെ. അത് ഈ വിദ്യാർത്ഥി എൻ്റെ പാത മുൻതുടർന്ന് പോവും, അതായത് ഇതേ കലാരൂപം ഇതേപോലെ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു മാറ്റം കൂടാതെ ഈ ട്രഡീഷണൽ പ്രാക്ടീസൊക്കെ ഫോളോ ചെയ്ത് ഇത് മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോഴാണ് അവിടെ ഞങ്ങൾ തമ്മിലൊരു റിലേഷൻ ബിൽഡ് ആവുന്നത്. ഇപ്പോൾ ആശാൻ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ക്വാളിറ്റീസിനെ കുറേ എക്സ്പ്ലെയിൻ ചെയ്തു. അതേപോലെ ഒരു സ്റ്റുഡൻറ്റ് റിട്ടൻഷൻ എന്നുള്ള ഒരു മേജർ ഫാക്ടറാണ് ഗുരു ശിഷ്യ ബന്ധം എന്ന് പറയുന്നത്, ദ ബോണ്ട് ദാറ്റ് എ ടീച്ചർ ആൻഡ് എ സ്റ്റുഡൻറ്റ് ഷെയർസ്. അപ്പോൾ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസിൽ ഗുരു ശിഷ്യ ബന്ധം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കലാവാദ്യത്തിൽ തന്നെ ആശാന്മാരായി ഇരിക്കുന്നവരൊക്കെ ആശാൻ്റെ സ്റ്റുഡൻസ് തന്നെയാണ്. ആശാൻ്റെ അണ്ടർ പഠിച്ച് ഇപ്പോൾ എത്രയോ കുട്ടികളെ പഠിപ്പിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ ബോണ്ടിനെ നിങ്ങൾ ഡിഫൈൻ ചെയ്യുന്നത്? അതിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ എങ്ങനെയാണ്? ഇപ്പം ഞങ്ങളുടെ ഈ ബോണ്ട്, ഇപ്പോൾ വിഷ്ണു ആണെങ്കിലും അനൂപാണെങ്കിലും രാജേഷ് ആണെന്നുണ്ടെങ്കിലും പിന്നെ രഘു വന്നിട്ടില്ല, അപ്പോൾ ഇവരൊക്കെ എൻ്റെ അടുത്ത് പഠിച്ചിട്ടുള്ളവരാ. ഇവരൊക്കെ എൻ്റെ അതേ ഞാൻ ഇവരോട് പറഞ്ഞ ഒരൊറ്റ കാര്യമാണ്. കാരണം ഞാൻ ഇവരെ ഒരു കാര്യം വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ടുണ്ട്, ഇവർക്ക് എൻ്റെ മേലുണ്ടായിരുന്ന ഒരു വിശ്വാസം. അപ്പോൾ എനിക്കിപ്പോൾ തിരിച്ച് ഇവരുടെ മേലൊരു വിശ്വാസം. അപ്പോൾ ഞാനിവരോട് പറഞ്ഞൊരു കാര്യം, നിങ്ങൾ നിലനിർത്തി കൊണ്ടുപോവുക, ഇനി അടുത്ത തലമുറയെ വാർത്തെടുക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാണ്. ഇവിടെ ധീരജ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, ധീരജ് മാത്രം പാടില്ല. അവിടെ വിഷ്ണു ഉണ്ടാവണം, അനൂപ് ഉണ്ടാവണം, രാജേഷ് ഉണ്ടാവണം, പുതിയ ആൾക്കാർ വരണം. അങ്ങനെ ഈ സൈക്കിള് മാറി മാറി വരണം, പുതിയ പുതിയ കലാകാരന്മാർ വരണം. ഒരാളിൽ മാത്രം ഒതുങ്ങി പോകരുത്. പിന്നെ ഞങ്ങൾ തമ്മിലുള്ളൊരു ബന്ധം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ആശാനും ശിഷ്യന്മാരും, ഇപ്പം ഇവരും ആശാന്മാരായി, പക്ഷെ അതിനപ്പുറത്തേക്ക് നല്ലൊരു സൗഹൃദം ഞങ്ങൾ തമ്മിലൊക്കെ ഉണ്ട്. ഞങ്ങൾ വർഷങ്ങളായിട്ട് ഞങ്ങൾ എന്തൊരു കാര്യമാണെങ്കിലും ഞങ്ങൾ വിളിക്കും, സംസാരിക്കും, കാര്യങ്ങളൊക്കെ ചെയ്യും. ക്ലാസ് എന്തായി, എങ്ങനെയായി, അവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റും, നമുക്ക് അടുത്ത പരിപാടിക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വിളിച്ച് സംസാരിക്കാറുണ്ട്. ഇന്ന പരിപാടികൾ, പരിപാടി ആവാറായിട്ടോ ചിലപ്പോൾ അനൂപനോട് ചോദിക്കും, പരിപാടി അപ്പോൾ നമുക്ക് ചാർട്ട് പ്രിപ്പയർ ചെയ്യണ്ടേ എന്നൊക്കെ ചോദിക്കാറുണ്ട് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക്. അപ്പം ഞാൻ വിഷ്ണുവിനെ വിളിച്ചു, വിഷ്ണുവിൻ്റെ ആൾക്കാരെ തയ്യാറാക്കിക്കോളൂ, അനൂപിൻ്റെ ആൾക്കാർ നോക്കിക്കോളൂ, രാജേഷിൻ്റെ ആൾക്കാർ നോക്കിക്കോളൂ, ഞാൻ എൻ്റെ ആൾക്കാർ നോക്കാം. അപ്പോൾ അതൊരു ഇതായി പോയി. അപ്പോൾ അത് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. കാരണം ഇവർ പണ്ട് തൊട്ടേ എൻ്റെ കലാവാദ്യം തുടങ്ങി അന്ന് തൊട്ട് ഇവരെൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഗുരുവും ശിഷ്യനും തമ്മിലൊരു ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് അറിയാത്തൊരു കാര്യമാണ്. ഒരു ഗുരുവും ശിഷ്യനും തമ്മിലൊരു നല്ലൊരു ആത്മബന്ധം ഉണ്ടെന്നുള്ളത്. കാരണം പഠിപ്പ് കൂടാതെ തന്നെ ഗുരുക്കന്മാർക്ക് ശിഷ്യന്മാരിൽ നിന്നും കുറേ പഠിക്കാം, ശിഷ്യന്മാർക്ക് ഗുരുക്കന്മാരിൽ നിന്നും പഠിക്കാം. അത് എല്ലാവരും അംഗീകരിക്കണം എന്നില്ല, പക്ഷെ ഞാൻ തുറന്ന് അംഗീകരിക്കുകയാണ്. കാരണം ഞാൻ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ശിഷ്യരിൽ നിന്ന് പഠിക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. എനിക്കത് പറയാൻ എനിക്കൊരു മടിയൊന്നുമില്ല, ഞാനത് ഓപ്പണായിട്ട് ഞാൻ പറയാം. നമ്മൾ പഠിപ്പിക്കുമ്പോഴും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവരിൽ നിന്ന് പഠിക്കാനുണ്ടാവും. ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഇപ്പോൾ ഇവരുടെ കൂടെ തന്നെ ചില കാര്യങ്ങളൊക്കെ ഞാൻ പഠിക്കാനും പോയിട്ടുണ്ട്. അപ്പോൾ അത് എനിക്ക് അഭിമാനമാണ്. ഞാൻ എൻ്റെ ശിഷ്യരുടെ കൂടെ ഞാൻ ബാച്ച്മേറ്റ് ആയിട്ട് ഞാൻ പോയി പഠിക്കുന്നുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊന്നും മടിയില്ല. അപ്പോൾ ഒരു ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവിന് ശിഷ്യന്റെ മേലുള്ള ഒരു വിശ്വാസം, ശിഷ്യന് ഗുരുവിന്റെ മേലുള്ള ഒരു വിശ്വാസം, അത് നിലനിർത്തി കൊണ്ടുപോവുക. നിങ്ങളുടെ ഗുരുവിന്റെ മേലെ ഒരു വിശ്വാസം വെച്ചിട്ട് നിങ്ങളൊരു കാര്യം ചെയ്തിട്ടുണ്ടാവും, ഗുരു നടത്തി തരും, അത് ഉറപ്പുള്ള ഒരു കാര്യമാണ്. പക്ഷെ ക്ഷമ, ആ ഒരു വിശ്വാസം അവിടെ നിലനിർത്തി കൊണ്ടുപോകണം. ഇതേപോലെ തന്നെ ഗുരുവിനും ആ ഒരു വ്യക്തിയുടെ മേലൊരു ഇതുണ്ടാവും, ഒരു ഉത്തരവാദിത്വം ഉണ്ടാവും. അത് പെട്ടെന്നല്ല. ഇപ്പോൾ ഈ ഒരു പറഞ്ഞ വിദ്യാർത്ഥി ഗുരുവിനെ കാണുന്നത് ആദ്യമായിട്ടായിരിക്കും, പക്ഷെ ഗുരു വിദ്യാർത്ഥിയെ കാണുന്നത് ആദ്യമായിട്ടല്ല, ഒരുപാട് വിദ്യാർത്ഥികൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഗുരുവിന് നന്നായിട്ട് അറിയാം. ചിലപ്പോൾ ഇപ്പോൾ പവിത്രൻ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും ഒരു ആശാൻ ഉണ്ടാവണത്, പക്ഷെ ആശാന് ആദ്യമായിട്ടല്ല പവിത്രൻ ഉണ്ടാവണത്, ഒരുപാട് ശിഷ്യന്മാർ ഓൾറെഡി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പല പല വിദ്യാർത്ഥികളെ കണ്ട് മനസ്സിലാക്കി ഞങ്ങൾക്ക് അത് അറിയാം എന്താണ് ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടത്, ആ വിദ്യാർത്ഥിയുടെ സ്വപ്നം എന്താണ് എന്നുള്ളതൊക്കെ നമുക്കറിയാം. അപ്പോൾ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഞാനൊരു പഠിപ്പിക്കുന്ന ഒരു ആശാനെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് ചുമതലയുണ്ട്. ആ വ്യക്തിയെ വാർത്തെടുക്കണം. വാർത്തെടുക്കുക എന്ന് പറഞ്ഞത് നമ്മളൊരു കൊച്ചു കുട്ടിയെ എങ്ങനെ വാർത്തെടുത്ത് വലുതാക്കി കൊണ്ട് അതേപോലെ തന്നെയാണ് ഒരു വിദ്യാർത്ഥി വാർത്തെടുക്കുക എന്ന് പറഞ്ഞത്. പക്ഷെ ചില വിദ്യാർത്ഥികൾ ആ ക്ഷമയില്ല, ചിലർ ആ ക്ഷമ കാണിക്കില്ല,
ചിലവർ അതിന് മുന്നേ തന്നെ അവർ വേണ്ടാന്ന് പറയും. ചിലവർ ആ ക്ഷമ നോക്കി നിന്ന് മുന്നോട്ട് പോയിട്ടുള്ളവരാണ് ഇപ്പോൾ എൻ്റെ കൂടെ ഇവരൊക്കെ ഉള്ളവരും സീനിയേഴ്സും. അവരെ കണ്ടിട്ടാണ് ഇപ്പോൾ ജൂനിയേഴ്സും എല്ലാവരും നിൽക്കുന്നത്. അപ്പോൾ ആ ഗുരുവും ശിഷ്യനും നമ്മളൊരു ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ, ഞാനത് നിലനിർത്തി കൊണ്ടുപോകുന്നൊരു ആളാണ്. ഞാൻ എൻ്റെ ശിഷ്യരോട് പറയുകയും ചെയ്യും, അല്ലേ നമ്മൾ ക്ലാസ്സിൽ പറയേണ്ടത്, നമ്മൾ ക്ലാസ്സിലിരിക്കുമ്പോൾ അവിടെ തെറ്റ് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ചീത്ത പറയും, ശാസിക്കും. പക്ഷെ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളവിടെ നല്ലൊരു സൗഹൃദം ബിൽഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം എല്ലാവരും അങ്ങനെ ഞാനായിട്ട് അത്രയും ക്ലോസ് ആണ് എല്ലാവരും ഭയങ്കര ക്ലോസ് ആണ്. അപ്പോൾ അതാണ് ഒരു ഗുരു ശിഷ്യ ബന്ധം എന്ന് പറയുന്നത്. ഇപ്പോൾ ഗുരു ശിഷ്യ ബന്ധത്തെക്കുറിച്ചൊക്കെ നിങ്ങൾ കുറേ പറഞ്ഞല്ലോ, നിങ്ങളുടെ അനുഭവത്തെക്കുറിച്ചും എന്താണ് ഗുരു ശിഷ്യ ബന്ധം എന്നുള്ളത്. അതേപോലെ ശിഷ്യൻ എന്ന് പറയുമ്പോൾ പഠിപ്പ് മാത്രമല്ല, കുറേ കുസൃതികളൊക്കെ കാണിച്ചിട്ടുണ്ടാവില്ലേ? അങ്ങനെ നിങ്ങൾക്ക് കുസൃതികളൊക്കെ ഓർമ്മയുണ്ടോ? അത് അത് കുസൃതികൾ കാണിക്കുന്ന ആള് വന്നിട്ടില്ല. രഘു വന്നിട്ടില്ല. അവൻ പിന്നെ അടുത്ത കുസൃതികൾ വിഷ്ണു. അത് കുസൃതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയാം, അത് നോർമലായിട്ട് ഞാൻ പറഞ്ഞ പോലെ ക്ലാസ് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഏറ്റവും കൂടുതൽ കുറുമ്പുകൾ ഇവർക്കാണ് ഉള്ളത്. പിന്നെ പിന്നെ ക്ലാസ്സിലത്തെ ഏറ്റവും കൂടുതൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ക്ലാസ് കട്ട് ചെയ്യാന്ന് പറഞ്ഞു അത് പിന്നെ അതേപോലെ സമയത്തിന് വരാതിരിക്കുക. ചിലപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം തോന്നുന്ന പരിപാടിക്ക് നമ്മൾ പറയും 10 മണിക്ക് പരിപാടി ഉണ്ട് കേട്ടോ, അപ്പോൾ 10 മണിക്ക് പരിപാടി തുടങ്ങും, നമ്മൾ അതിന് മുന്നേ എത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവരൊക്കെ 9:50 ആകുമ്പോൾ വന്നിട്ട് അവിടെ ബാഗ് വെച്ച് കണ്ണാടിയും ചീപ്പും ഒക്കെ എടുത്ത് റെഡി ആവുക ചെയ്യും. എനിക്കതൊന്നും തീരെ പിടിക്കുക. പിന്നെ ക്ലാസ് പഠിപ്പിക്കുന്ന സമയത്ത് ഞാനിപ്പോൾ ഓരോ ക്ലാസ്സിൽ കയറുമ്പോൾ എനിക്കൊരു പ്ലാൻ ഉണ്ടാവും, അതായത് ഇന്ന കാര്യം ഇന്ന് ഇവിടെ പഠിപ്പിക്കണം. അപ്പം അങ്ങനെയുള്ളപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്യും എല്ലാ വിദ്യാർത്ഥികളും ഉണ്ടാവുമല്ലോ എന്ന്. നോക്കുമ്പോൾ കുറേ പേര് ക്ലാസ് ആബ്സെൻ്റ് ആയിരിക്കും, അത് ചിലപ്പോൾ അവർ പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. പക്ഷെ എനിക്കത് തീരെ ഇഷ്ടമില്ല. അപ്പോൾ അടുത്ത ആഴ്ച ക്ലാസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ അവർക്ക് ഇതിനെ ഇരട്ടി സാധനങ്ങളൊക്കെ ചെയ്ത് ഒരു പനിഷ്മെന്റ് പോലെ അവരിങ്ങോട്ട് കുസൃതി കാണിക്കും, ഞാനും തിരിച്ചൊരു കുസൃതി കാണിക്കും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഒന്നുമില്ല. ഹെൽത്തി ആയിട്ടുള്ള കുസൃതികൾ അത് അങ്ങനെ ഉണ്ടാവുള്ളൂ. ഒരു സ്റ്റുഡൻറ് എന്ന് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇവൻറ്റ്, അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻ്റ് ആയിട്ട് ഞാൻ ഏറ്റവും വെയിറ്റ് ചെയ്യുന്ന ഒരു ടൈമാണ് അരങ്ങേറ്റം എന്ന് പറയുന്നത്. ഇപ്പോൾ കാണുന്ന വ്യൂവേഴ്സിന് ഈ അരങ്ങേറ്റം പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് ഒന്ന് പറയുമോ? അരങ്ങേറ്റം എന്ന് പറഞ്ഞാൽ അരങ്ങേറ്റത്തോടു കൂടിയാണ് ശരിക്ക് സ്റ്റുഡൻറ്റ് ജനിക്കുന്നത് തന്നെ. ഓക്കെ, അപ്പോൾ കാരണം ഞാനൊക്കെ അരങ്ങേറ്റം കഴിഞ്ഞ സമയത്ത് അരങ്ങേറ്റം കഴിഞ്ഞാൽ സെറ്റ് എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് നമ്മൾ പഠിച്ച് അവിടെ എത്തുമ്പോൾ അപ്പോഴാണ് മനസ്സിലാകുന്നത് ഇനിയാണ് പഠിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ ഇപ്പോഴും നമ്മൾ പുതിയ സ്റ്റുഡൻസിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും അരങ്ങേറ്റം എന്ന് പറയുന്നത് പഠിക്കാനുള്ളൊരു തുടക്കം, ശരിയായിട്ടുള്ളൊരു തുടക്കം, അത് അവിടെ നിന്നാണ് തുടങ്ങുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എൻ്റെ ആശാനെ പഠിപ്പിച്ചത് അങ്ങനെ തന്നെയാണ്. അല്ല, അത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടി അമ്മയുടെ ഗർഭപാത്രത്തിൽ 9 മാസം ഉണ്ടാവും അല്ലേ, അത് കഴിഞ്ഞിട്ടാണ് കുട്ടി ജനിക്കുന്നത്. അതേപോലെയാണ് ഒരു വിദ്യാർത്ഥി. അതായത് അവര് അരങ്ങേറ്റ ദിവസമാണ് ഒരു വിദ്യാർത്ഥി ശരിക്കും ജനിക്കുന്നത്. ചിലവരൊരു കാഴ്ചപ്പാട്, എൻ്റെ അരങ്ങേറ്റം കഴിഞ്ഞു, ഞാനിപ്പോൾ ഒരു കലാകാരനായി, അല്ലെങ്കിൽ കലാകാരി, ഇനി ഞാൻ പരിപാടിക്ക് പോകാൻ തുടങ്ങി, എന്നെ പരിപാടിക്ക് വിളിച്ചില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പരിപാടിക്ക് പോകും, അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടാണ് അത് സത്യം പറഞ്ഞത്. പക്ഷെ അരങ്ങേറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞങ്ങൾ കലാവാഹത്തില് ഞാൻ അങ്ങനത്തെ ഒരു സ്ട്രക്ചർ ഞങ്ങൾ എല്ലാവരും ഫോളോ ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണത്. അത് ഞങ്ങളായിട്ട് തന്നെ കൊണ്ടുവന്നിട്ടുള്ളത്. അരങ്ങേറ്റം കഴിഞ്ഞിട്ടാണ് യഥാർത്ഥ പഠിപ്പ് അവരുടെ ആരംഭിക്കുന്നത്. ഞങ്ങൾ കലാവാഹത്തിൽ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അരങ്ങേറ്റത്തിന് വേണ്ടി ഞങ്ങൾ ഫോക്കസ് ചെയ്യാറില്ല. ഇവിടെ നമ്മുടെ പഠിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഒരു പ്രൊഫഷണലായിട്ട് അവരെ പഠിച്ച്, കാരണം എന്താ പറയുക, നാളെ ഇപ്പം ഞാനൊരു മേളം പഠിക്കുക, ഒരാൾ നാളെ എന്നോട് ഒന്ന് ചോദിക്കുന്നു, ചെണ്ട പഠിക്കുന്നില്ല, എന്താണ് ചെണ്ട? ആ എന്താ പഠിക്കണേ? പഞ്ചേരി. എന്താ പഞ്ചേരി? ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുമുണ്ട്. അപ്പം ഞാൻ ആലോചിച്ചു, പിന്നെ നമ്മുടെ കലാപത്തിൽ അങ്ങനെ വേണ്ട. നമ്മുടെ കലാപത്തിൽ അവർ വരികയാണെങ്കിൽ അവർക്ക് എല്ലാം അറിയണം. അത് എന്താണ് അവർ പഠിക്കുന്ന വാദ്യങ്ങൾ എന്താണ്, അതിനെ പറ്റിയിട്ട് എന്തൊക്കെയാണ്, ഇതൊക്കെ അവർക്ക് അറിയണം. അപ്പം ഞങ്ങൾ ഒരിക്കലും അരങ്ങേറ്റം ഫോക്കസ് ആയിട്ട് നമ്മൾ പഠിപ്പിക്കില്ല. നമ്മൾ പഠിപ്പിക്കുകയാണെങ്കിൽ അവർ നാളെ ഒരു പരിപാടിക്ക് പോകാൻ തയ്യാറാണോ, അവരെ മുന്നിലേക്ക് എനിക്ക് നിർത്താൻ പറ്റുമോ, വലന്തലേക്ക് നിർത്താൻ പറ്റുമോ, അങ്ങനെ നോക്കിയിട്ടാണ്. അപ്പം നാളെ ഒരു മേള വന്നു, എനിക്ക് അവരെ കൊണ്ടുപോകാൻ പറ്റുമോ, പാകമായോ എന്നുള്ളതൊക്കെ നോക്കിയിട്ട് തന്നെ ഞാൻ അവരെ കൊണ്ടുപോകും. അപ്പോൾ അരങ്ങേറ്റം ഉണ്ടാവും. അത് ഞാൻ എൻ്റെ ശിഷ്യന്മാരോട് എല്ലാവരോടും പറഞ്ഞ ഒരു കാര്യം, അരങ്ങേറ്റം ഉണ്ട്. നിങ്ങൾ എന്ന് പാകമാവുന്നോ, എന്ന് എനിക്ക് തോന്നുന്നു അന്ന് ഞാൻ നിങ്ങളുടെ അരങ്ങേറ്റം. പക്ഷെ എല്ലാവരും അതിനെപോലെ എന്നോടൊപ്പം നിൽക്കും, അല്ലാണ്ട് ആരും അച്ഛൻ എന്നെ ഇക്കൊല്ലം അരങ്ങേറ്റം ചെയ്യും. ഇവിടെ ഞങ്ങൾക്ക് ഒരു വർഷാവർഷം അരങ്ങേറ്റം
ഇല്ല. അങ്ങനെയൊന്നും നമ്മൾ നോക്കില്ല. പഠിക്കുന്ന ബാച്ചുകാരെല്ലാവരും അത് ബാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാച്ച് തന്നെ, അല്ലാണ്ട് ഒരു വിദ്യാർത്ഥി പോലും അതിന് പുറത്ത് പോയില്ല. ആ പഠിച്ച എല്ലാ വിദ്യാർത്ഥികളും റെഡി ആയിന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഞാൻ അവർക്ക് അരങ്ങേറ്റം വയ്ക്കുള്ളൂ. അപ്പോൾ അരങ്ങേറ്റം എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസമാണ് ഒരു വിദ്യാർത്ഥി ജനിക്കുന്നത്. ഇവരെല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു. അത് ഇവരെല്ലാവരും അരങ്ങേറ്റം കഴിഞ്ഞിട്ടാണ് യഥാർത്ഥത്തിൽ, ഞാനും അങ്ങനെ തന്നെയായിരുന്നു. അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞിട്ട് തന്നെയാണ് യഥാർത്ഥ പഠനം തുടങ്ങിയത്. അല്ലാണ്ട് അരങ്ങേറ്റം കഴിഞ്ഞ് അന്ന് തന്നെ നമുക്ക് ഒരു കലാകാരനായിട്ട് നമുക്ക് ജനിക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞ് ഒരുപാട് നമ്മൾ ആശന്മാരുടെ കയ്യിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കണം. മനസ്സിലായോ? അത് എങ്ങനെ കൊട്ടുന്നു, എന്തൊക്കെ കൊട്ടുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. അവിടെ ആശാന്റെ കയ്യിൽ നിന്ന് പഠിക്കാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത് ഈ അരങ്ങേറ്റം കഴിഞ്ഞിട്ട് തന്നെയാണ്. അപ്പോൾ അരങ്ങേറ്റം എന്നുള്ളത് ഒരു വിദ്യാർത്ഥി ജനിക്കുന്ന ഒരു ദിവസം എന്നുള്ളതാണ് ഞങ്ങൾക്ക്. ഇപ്പം ഞങ്ങൾ ഈ കലയെ കുറിച്ചും കലാവാദ്യത്തെ കുറിച്ചും ഒക്കെ കുറേ കേട്ടു. ഇതല്ലാതെ നിങ്ങൾക്കൊരു പേഴ്സണൽ ലൈഫ് ഉണ്ടാവുമല്ലോ. ആ പേഴ്സണൽ ലൈഫ് എങ്ങനെയാണ്? ഇപ്പം നിങ്ങൾ രണ്ടുപേരും അളിയന്മാരാണ്, ഒരുമിച്ച് ഇപ്പോൾ പഠിപ്പിക്കണു, ഒരുമിച്ച് പഠിക്കുന്നു. ആ ജേർണി എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് രണ്ടാൾക്കും? ഞങ്ങള് അപ്പൊ വിഷ്ണു എന്ന് പറഞ്ഞത് എൻ്റെ ഭാര്യയുടെ വല്യമ്മയുടെ മകനാണ്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ അങ്ങനത്തെ ഒരു റിലേഷനാണ്. അപ്പോൾ വിഷ്ണു എൻ്റെ അടുത്ത് പഠിക്കാൻ വന്നു, ഞാനവനെ ഇത് ചെയ്തു. അത് നമ്മളൊരു റിലേഷൻ എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഇതില്ല. അതായത് മേളത്തിന് വരുമ്പോൾ ഞാനിവനെ ചീത്ത പറയും, എന്തിട്ടാണ് ചീത്ത പറയും. പക്ഷെ അതൊക്കെ ആ സമയത്തേക്ക് നമ്മളത് പിന്നെ പേഴ്സണലി നമ്മൾ എടുക്കില്ല. അത് എന്താ വെച്ച് കഴിഞ്ഞാൽ മേളം നന്നാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ചെറിയൊരു തെറ്റ് ചിലപ്പോൾ വിഷ്ണുവിൻ്റെ കയ്യിൽ നിന്ന് എവിടെയെങ്കിലും ബാക്കിൽ നിന്ന്, കാരണം വിഷ്ണു ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ മുന്നിൽ നിന്ന് കൊട്ടുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ഉരുട്ടേണ്ട ആൾക്കാരെ എനിക്ക് നോക്കാം. വിഷ്ണു ആണെങ്കിൽ വിഷ്ണുവിന് ബാക്കിലേക്ക് വലന്തലക്കാരെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ കാരണം അവിടെ വന്നിട്ട് എൻ്റെ അടുത്ത് വല്ല പാർഷ്യാലിറ്റി കാണിക്കുകയാണെങ്കിൽ അത് ഹോൾ ആ ടീമിനെ തന്നെ ഇമ്പാക്റ്റ് ചെയ്യും. അതാണ് മെയിനായിട്ട്. അവിടെ ഗുരു ശിഷ്യ ബന്ധം മാത്രമേ ഉള്ളൂ. എന്താണെങ്കിലും അതിന് പുറത്ത് ആ പുറത്താണെങ്കിൽ അതല്ല നമ്മൾ അളിയൻ അവനു മുമ്പ് തന്നെ പരിചയമായതാ. വിഷ്ണുവിനെ എനിക്കറിയാം. അപ്പോൾ അത് അങ്ങനെ അങ്ങനെ ഒരു ഇതില്ല. മേളത്തിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ബന്ധങ്ങളൊന്നും ഇല്ല. അവിടെ ഒരൊറ്റ ഒരു മേളം ഭംഗിയാവാ. മേളം ഭംഗിയാവുക എന്നുള്ളൊരു ചിന്താഗതി മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ആശാന്റെ ബേസ് കണ്ണൂരാണ്. കണ്ണൂരിൽ നിന്ന് ഇവിടേക്ക് വന്നു, ഫാമിലിയൊക്കെ ആയി. ഈ ഫാമിലിയും പ്രൊഫഷനും പേഴ്സണൽ ലൈഫും എല്ലാം ഒരുമിച്ച് കൂട്ടിമുട്ടുന്ന ഈ സമയത്ത് ഈ കലയും കൊണ്ടുപോകുന്നു. അതുകൂടാതെ എത്രയോ കുട്ടികളെ പഠിപ്പിക്കുന്നു. ആശാന്റെ ഒരു ജേർണി എങ്ങനെയായിരുന്നു? ഞാൻ കണ്ണൂർ ജില്ലയിൽ ശ്രീകണ്ഠപുരം സ്വദേശിയാണ്. അപ്പോൾ ഇവിടെ വന്ന ശേഷമാണ് ചെണ്ട പഠിക്കുന്നതും ആശാൻ്റെ കൂടെ കൂടി കലാവാദ്യത്തിൽ. അപ്പോൾ ഫാമിലിയുടെ വൈഫ് ഇവിടെ ഉണ്ടായിരുന്നു, ബാംഗ്ലൂർ എയർപോർട്ട് സ്റ്റാഫായിരുന്നു. അപ്പോൾ പിന്നെ കൊറോണയും കാര്യങ്ങളൊക്കെ വന്നു. പിന്നെ ഞാൻ ജോലിയുടെ ഭാഗമായിട്ട് വേറെ സ്ഥലത്തേക്ക് മാറിപ്പോയി. അപ്പോൾ പിന്നെ എയർപോർട്ടിലേക്ക് പോലുള്ള ഡിസ്റ്റൻസിൻ്റെ പ്രശ്നം കാരണം നാട്ടിലുള്ള എയർപോർട്ടിൽ ഇപ്പോൾ വൈഫ് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഇപ്പം കണ്ണൂർ എയർപോർട്ടിലാണ് വൈഫ് വർക്ക് ചെയ്യുന്നത്. പിന്നെ അവളുടെ സപ്പോർട്ട് അത് നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം അവിടെ ആ ഒരു സപ്പോർട്ട് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഇവിടെ നമ്മുടെ ഒരു ഫാമിലി പോലെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ രണ്ട് ഫാമിലി തമ്മിലുള്ള പ്രശ്നം. ഇപ്പോൾ രണ്ടാളും ഒരു ഫാമിലി. കാരണം എൻ്റെ ഫാമിലിയെയും കലാവാദ്യത്തിൻ്റെ ഫാമിലിയിൽ വളരെയധികം ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം, പഴയ ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം. തിരിച്ചും അങ്ങനെ തന്നെയാണ്, എല്ലാവർക്കും അറിയാം. ഇപ്പം മൂകാംബിക പ്രോഗ്രാമൊക്കെ ആകുമ്പോൾ എല്ലാവരും വരും, അവിടെ ഒരു ഗെറ്റ് ടുഗദർ പോലെ എല്ലാവരും ഒരുമിച്ച് കൂടി. അപ്പോൾ തമ്മിലറിയാം ഇപ്പോൾ കലാവാദ്യത്തിലാണ് ഉള്ളതെന്ന് പറഞ്ഞാൽ അവരുടെ കുടുംബത്തിലാണ് ഉള്ളത് എന്നുള്ള ആ രീതിയിലുള്ള നല്ലൊരു സപ്പോർട്ടുണ്ട് അവർ. അതുകൊണ്ടാണ് കലാവാദ്യത്തിൻ്റെ ജേണിയിൽ എനിക്കും കൂടി പങ്കെടുക്കാൻ പറ്റുന്നത്. Next question is for you, Ashan. So recently you have performed in Kodindirapalli Mahanavami. So how has your experience been over there? This year it was fantastic because with me, my beloved Sishan was performing with me. It was very well done with him also, and we are very happy with the performance. So it was very nice. ഞങ്ങൾ ഈ ഇൻ്റർവ്യൂയുടെ ഫൈനൽ പാർട്ടിലെത്തുകയാണ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സ് ഉണ്ടാവും, നിങ്ങളുടെ ശിഷ്യന്മാരുണ്ടാവും, ഈ കല പഠിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ പേര് ഈ ഇൻ്റർവ്യൂ കണ്ടുകൊണ്ടിരിക്കുന്നു. അവർക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്തായിരിക്കും? അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുതിയതായിട്ട് മേളം പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിലും അതല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്നൊരു കാര്യം ആത്മാർത്ഥമായിട്ട് ചെയ്യും. മനസ്സിലായി? അത് നാളത്തേക്ക് വെക്കരുത്. ഇന്ന് ചെയ്യാനുള്ള കാര്യം ഇന്ന് തന്നെ ചെയ്യുക. പിന്നെ പഠിപ്പിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് ആത്മാർത്ഥമായിട്ട് തന്നെ പഠിക്കുക, സത്യസന്ധമായിട്ട് പഠിക്കുക. നിങ്ങൾ പഠിപ്പിക്കുന്ന ആൾ ആരാണോ
ആളുടെ മേലെ ഒരു വിശ്വാസം വെക്കുക. കാരണം ആ പഠിപ്പിക്കാൻ വരുന്നൊരു വ്യക്തി ഒരുപാട് ശിഷ്യന്മാർ അല്ലെങ്കിൽ സ്റ്റുഡൻസിനെ കണ്ടുവരുന്നവരാണ്. അപ്പോൾ നിങ്ങളെക്കാട്ടിലും കൂടുതൽ അവർക്കറിയാം എങ്ങനെ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകണം. അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഒരു കാര്യം എന്നുള്ളത് എൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത്, ഞാൻ തുറന്നു പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എന്നെ വിശ്വസിച്ച് എൻ്റെ അടുത്തേക്ക് വന്നു, ഞാൻ നിങ്ങളെ ഒരു നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. പക്ഷേ എന്ന്, എപ്പോൾ, എങ്ങനെ, എവിടെ മാത്രം എന്നോട് ചോദിക്കരുതെന്നാണ്. ഞാനത് സ്റ്റുഡൻസിനോട് പറയാറുള്ളൊരു കാര്യം കൂടിയാണ്. ഈ ചോദ്യങ്ങൾ മാത്രം എൻ്റെ അടുത്തേക്ക് വരരുത്, ഞാൻ നിങ്ങളെ എത്തിച്ചിരിക്കും. ആ ഒരു വിശ്വാസം എൻ്റെ മേലെ വയ്ക്കുക. അങ്ങനെ എത്തിച്ചിട്ടുമുണ്ട് എല്ലാവരും. അത് കാരണം ഇവർ ഒരു പാഷൻ കൊണ്ടായിരിക്കുമല്ലോ എല്ലാവരും പഠിക്കാൻ വരിക. പക്ഷെ പാഷൻ കൊണ്ട് പഠിക്കാൻ വന്നിട്ട് ആ പാഷൻ ഫുൾഫിൽ ചെയ്യണമെങ്കിൽ ഡെഡിക്കേഷൻ ഉണ്ടായിരിക്കണം. അതിൻ്റെ കൂടെ പാഷൻ്റെ കൂടെ ആ ഡെഡിക്കേഷനും പങ്ക്ച്വാലിറ്റി പറഞ്ഞ കൃത്യനിഷ്ഠയായാലും ഇപ്പോൾ ആശാന്മാർ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഗൈഡൻസ് അത് ഫോളോ ചെയ്യാനുള്ള ഒരു മനസ്സും കൂടി കാണിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും കലാപത്തിൻ്റെ കൂടെ യാത്ര ചെയ്യാം. ആസ് എ സ്റ്റുഡൻറ്റ് നിങ്ങൾ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ ഇറ്റ് വാസ് റിയലി എൻലൈറ്റനിങ് ഫോർ മീ ആൻഡ് ഇറ്റ് ഹാസ് റിയലി ഹെൽപ്പ് മീ ദാറ്റ് ഹൗ ഷുഡ് ഐ കാം മൈ പാത്ത് ഗോയിങ് ഫോർവേഡ്. നിങ്ങൾ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഓരോ ഫാക്ടേഴ്സും എൻ്റെ ജീവിതത്തിൽ ഞാൻ വെറും പഠിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല, ആസ് എ ഹ്യൂമൻ ബീങ് ഐ റിയലി ലുക്ക് ഫോർവേഡ് ടു ഇംപ്ലിമെൻറ്റ് ഇറ്റ് ഇൻ മൈ ലൈഫ്. ആൻഡ് നോട്ട് ജസ്റ്റ് ദാറ്റ്, ഈ കലയുടെ ജീവനെ നിലനിർത്താൻ എത്രയോ പേര് കഷ്ടപ്പെടുന്നുണ്ട് നിങ്ങളെപ്പോലെ തന്നെ. അതിൽ എത്രയോ പേര് അൺറെക്കഗ്നൈസ്ഡ് ആയിട്ട് പോകുന്നുണ്ട്. അതേപോലെ ഈ കലയുടെ ജീവനെ നിലനിർത്താൻ ശ്രമിക്കുന്ന നിങ്ങളും അത് നിങ്ങളുടെ ശിഷ്യന്മാരിൽ കൂടെ ഈ കലയെ മുമ്പിൽ വളർന്നുകൊണ്ട് പോകാൻ നിങ്ങളുടെ ഒരു മോട്ടിവേഷനും എല്ലാം ഒരു വലിയ ഫാക്ടറായി തീരട്ടെ. അറ്റ് ദ സെയിം ടൈം ഐ തിങ്ക് ഈ ഇൻ്റർവ്യൂ കാണുന്നവർ ഐ തിങ്ക് ദേ വിൽ റിയലൈസ് ദാറ്റ് പഠിപ്പിന് ജെൻഡർ, ഏജ്, കാസ്റ്റ്, ക്രീഡ്, റിലീജിയൻ എന്ന ഒരു പ്രീ റിക്വസിറ്റ്സും ഇല്ല. ഇറ്റ്സ് ജസ്റ്റ് പാഷൻ ആൻഡ് ദ സീൽ ദാറ്റ് ഇസ് റിക്വയർഡ്. ഐ ഹോപ്പ് വ്യൂവേഴ്സ് റിയലി റിയലൈസ് ദാറ്റ് ആൻഡ് പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവർ ഇനിയും പോയി പഠിച്ച് മുന്നേറി പേര് എടുക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ടോക്കിംഗ് ടു us.